ഹായ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണിയുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സസിലായിട്ട് പഠിച്ചത് ഈ പറയുന്ന ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റിനെയും നോ ആർബിട്രാജ് പ്രിൻസിപ്പിളിനെയും ഉപയോഗിച്ച് എങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് പഠിച്ചു, പിന്നെ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് പഠിച്ചു, പിന്നെ മൂന്നാമത്തെ സെക്ഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെ ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഓപ്ഷന്റെ പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷന്റെ പ്രീമിയം കണ്ടുപിടിക്കാം എന്നതാണ് ഈ ടോപ്പിക്ക് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരുന്ന ഒരു ചെറിയ സെക്ഷൻ ആണ് ഈ പറയുന്ന നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന മൂന്ന് ടോപ്പിക്സ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് പല മൊഡ്യൂൾസിലായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുന്ന മൂന്ന് ബിഗ് പോർഷൻസ് ആണ്. ഇപ്പം നിങ്ങൾ കണ്ടു, ആദ്യമേ നമ്മൾ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഞാൻ വിശദമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ്, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് വന്നപ്പം എക്സ്ചേഞ്ച് റേറ്റിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്നിപ്പോ എന്താ, ഓപ്ഷൻസിന്റെ പ്രൈസിംഗ് ആണ് അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി ഓപ്ഷനെ പറ്റി പറയാതെ നമുക്ക് ഇതിനകത്ത് ഒന്നുമേ ഫ്രണ്ടിലേക്ക് നീങ്ങാൻ പറ്റത്തുമില്ല. ഈ വീഡിയോ ഇച്ചിരി നീളമുള്ള വീഡിയോ ആണ്. ഓപ്ഷൻസിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, യു ക്യാൻ വാച്ച്. ഒരു ഐഡിയയും ഇല്ല, ഓപ്ഷൻസ് എന്താണെന്ന് പോലും അറിയത്തില്ലെങ്കിൽ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു അറിവ് നേടിയിട്ട് ഈ വീഡിയോയിലേക്ക് കാണാൻ വരിക. കാരണം ഇതിൽ ഞാൻ കുറച്ച് ഹൈ ലെവൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ബേസ് ലെവലിലേക്ക് ഞാൻ പോകണമെന്നില്ല. സോ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഇത് ഇച്ചിരി നീളമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ചധികം നീളമുള്ളതായിരിക്കും. പക്ഷേ ഐ ഗ്യാരണ്ടി യു നിങ്ങളുടെ CFA ജേർണിയിൽ, നോട്ട് ജസ്റ്റ് CFA ലെവൽ 1, CFA 3 ലെവൽസിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും വാല്യൂ അഡീഷൻ കിട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ എനിവേസ് നമുക്ക് തുടങ്ങിയേക്കാം. അതിനു മുന്നേ ജസ്റ്റ് നമുക്കൊരു റിവിഷൻ നടത്താം. എന്തായിരുന്നു നമ്മുടെ ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞത്? നിങ്ങളുടെ മുന്നിലേക്ക് പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവച്ചാൽ അതിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രിൻസിപ്പിൾ ആണ് ഈ ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി, അല്ലേ? നിങ്ങളിപ്പം 1 കോടി രൂപ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്നുണ്ടാക്കുന്ന ക്യാഷ് ഫ്ലോസ്, ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ക്യാഷ് ഫ്ലോസിനെ എല്ലാം കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഒന്നെങ്കിൽ ഇന്നത്തെ ടൈം പീരീഡിലേക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു ടൈം പീരീഡിലേക്ക് നമുക്ക് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് എവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്താം. അതാണ് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. മറ്റേ നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞിരുന്നത്? ഒരു ഫെയർ മാർക്കറ്റിൽ ഫ്രീ പ്രോഫിറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അഥവാ ആർബിട്രാജിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണില്ല ഒരു ഫെയർ മാർക്കറ്റിൽ എന്നാണ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ പറഞ്ഞത്. എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ എല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ കണ്ടതാണ്. സോ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ എന്തായാലും പറയാൻ പോകുന്നില്ല. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇനി അഥവാ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്? നമ്മുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ എങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യോ? ഇല്ല. ആദ്യമേ അവിടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റിനെ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യും. ഷോർട്ട് സെല്ല് ചെയ്ത് കിട്ടുന്ന പ്രൊസീഡ്സ് കൊണ്ട് നമ്മൾ ചീപ്പ് ആയിട്ടുള്ള അസറ്റിനെ മേടിക്കും. എന്നിട്ട് ആ ഡിഫറൻസിനെ നമ്മൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോകും. അതാണ് നോ ആർബിട്രാജ് പ്രോഫിറ്റില്ല അല്ലെങ്കിൽ ആർബിട്രാജ് വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്ന് നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇനി അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യണ്ട. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഇനി ഈ രണ്ട് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് ഇന്നത്തെ ഓപ്ഷൻസ് പ്രൈസ് അല്ലെങ്കിൽ ഓപ്ഷന്റെ പ്രീമിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഈ ഓപ്ഷൻസ്, ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ് ഇതെല്ലാം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണല്ലേ. സോ എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് നമുക്ക് നോക്കാം. ഒരു അണ്ടർലൈൻ അസറ്റിന്റെ പുറത്തായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. സോ ആ അണ്ടർലൈൻ അസറ്റിന്റെ വാല്യൂവിനെ അനുസരിച്ചാണ് നമുക്ക് ഈ പറയുന്ന ഡെറിവേറ്റീവ്സിന്റെ വാല്യൂ ഡിറ്റർമിൻ ആവുന്നത്. സോ ഫോർവേഡ്സ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഓപ്ഷൻസ് ഉണ്ട്, സ്വാപ്സ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിനെല്ലാം വാല്യൂ ഡിറൈവ് ചെയ്യുന്നത് അതിന്റെ അണ്ടർലൈൻ അസറ്റിനെയാണ്.
സോ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ച് നമുക്കിത് മനസ്സിലാക്കാം. നമുക്കൊരു ഇമാജിനറി തിയേറ്റർ എടുക്കാം. ഒരു തിയേറ്ററിൽ എപ്പോഴും ടിക്കറ്റ് ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കുമല്ലോ. പക്ഷെ നമ്മൾ ഈ തിയേറ്ററിൽ എന്ന് വെച്ചാൽ ആ ടിക്കറ്റിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ തിയേറ്ററിൽ ആരുടെ സിനിമയാണ് ഓടുന്നത് എന്നനുസരിച്ചാണ്. അതായത് ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിന്റെ ഫിലിം, ഇപ്പം ദുരന്തർ പോലത്തെ ഫിലിം ഒക്കെയാണ് ഓടുന്നതെങ്കിൽ അവിടുത്തെ ടിക്കറ്റിന് ഹൈ പ്രൈസും, ഇനി അതല്ല ഒരു ലോ ബഡ്ജറ്റ് ന്യൂ കമ്മറിന്റെ സിനിമയാണ് ആ തിയേറ്ററിൽ ഓടുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പ്രൈസ് ആയിരിക്കും ആ ടിക്കറ്റിനുള്ളത്. അതായത് ആ ടിക്കറ്റ് എന്ന് പറയുന്നത് ടിക്കറ്റിന്റെ വാല്യൂ ഡിറൈവ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം ദി ആക്ടർ ഓഫ് ദ ഫിലിം അല്ലെ. ആ ടിക്കറ്റിന് ഒരു പ്രൈസും ഇല്ല, പക്ഷെ അതിന്റെ വാല്യൂ എവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്, ആരുടെ സിനിമയാണ് ആ തിയേറ്ററിൽ ഓടുന്നത് എന്നനുസരിച്ചാണ്. ഇപ്പൊ രജനീകാന്തിന്റെ സിനിമയൊക്കെ ആണെങ്കിൽ ആ ടിക്കറ്റിന് ഹ്യൂജ് പ്രൈസ് ആയിരിക്കും. ഇനി അതല്ല ഒരു ന്യൂ കമ്മറിന്റെ ഫിലിം ആണെങ്കിൽ ആ ടിക്കറ്റിന് ചെറിയ പ്രൈസേ കാണത്തുള്ളൂ. സോ ഇതൊരു ഡെറിവേറ്റീവിന്റെ ഒരു എക്സാമ്പിൾ ആക്കി നമുക്ക് എടുത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ രജനീകാന്തിന്റെ ഫിലിം വന്നാൽ ടിക്കറ്റ്സ് ആർ എക്സ്പെൻസീവ്. ഇഫ് ഇറ്റ്സ് എ ന്യൂ കമ്മേഴ്സ് ഫിലിം ദ ടിക്കറ്റ്സ് ആർ ചീപ്പർ. The ticket itself doesn't have a fixed value. Its price changes because of the actor. So the ticket's value is derived from the actor's popularity, just like a derivative gets its value from an underlying asset. നമുക്ക് രണ്ട് ഫിലിംസ് ഒരേ ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചോളൂ. ഒരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം, ഒരു ഹൈ ബഡ്ജറ്റ് ഫിലിം, രജനീകാന്തിന്റെ ഹൈ ബഡ്ജറ്റ് ഫിലിമും, പിന്നെ ഒരു ന്യൂ കമ്മറിന്റെ ഒരു ലോ ബഡ്ജറ്റ് ഫിലിമും ഉണ്ട്. ഓക്കെ, ഒരു തിയേറ്ററിൽ ഒരു സ്ക്രീനേ ഉള്ളൂ. സോ ഈ തിയേറ്ററിന്റെ പ്രൊഡ്യൂസർ അല്ലെ തിയേറ്ററിന്റെ ഓണർ പ്രൊഡ്യൂസറുമായിട്ട്, രണ്ട് സിനിമയുടെ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ഏത് ഫിലിം നമുക്ക് തരും, അല്ലെങ്കിൽ ഏത് ഫിലിം ആയിരിക്കും ഈ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, രജനീകാന്തിന്റെ ഫിലിമാണ് ആ തിയേറ്ററിൽ വരാൻ പോകുന്നതെങ്കിൽ ടിക്കറ്റിന് ഹൈ പ്രൈസ് ആയിരിക്കും. നമ്മുടെ ന്യൂ കമ്മറിന്റെ ഫിലിമാണ് ആ തിയേറ്ററിൽ വരാൻ പോകുന്നതെങ്കിൽ ആ ടിക്കറ്റിന് ലോ പ്രൈസും ആയിരിക്കും. സോ തിയേറ്റർ ഓണറിന് പോലും അറിയത്തില്ല ഏത് സിനിമയാണ് നമ്മുടെ തിയേറ്ററിൽ റിലീസ് ആവാൻ പോകുന്നതെന്ന്. കാരണം അവര് ആ തിയേറ്റർ ഓണർ പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഈ നമ്മുടെ മൂവി ഫാൻസ് ഉണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഏത് ഫിലിമാ, ഇപ്പം രജനീകാന്തിന്റെ ഫിലിം ഒക്കെ ആണെങ്കിൽ അത് വന്നാൽ ഉടനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുവാണ് നമ്മുടെ മൂവി ഫാൻസ്. പക്ഷെ തിയേറ്റർ ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ഏത് ഫിലിമാണ് റിലീസ് ആവാൻ പോകുന്നതെന്ന്. സോ ഇങ്ങനെ ഇരുന്നപ്പം നമ്മുടെ തിയേറ്ററിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുക മൂവി ഫാൻസ്. ഡെയിലി വന്ന് എപ്പോൾ റിലീസ് ആവും, ഏത് സിനിമ റിലീസ് ആവും, അങ്ങനെയെന്നും പറഞ്ഞ് ഈ മൂവി ഫാൻസ് തിയേറ്റർ ഓണറിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തിയേറ്റർ ഓണർ പറഞ്ഞു, ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഏത് ഫിലിമാ വരുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. രജനീകാന്തിന്റെ ഫിലിം വന്നാൽ 1000 രൂപയാവും. ന്യൂ കമ്മർ ഫിലിം ആണ് വരുന്നതെങ്കിൽ ടിക്കറ്റിന് 100 രൂപയാവും. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഏത് സിനിമ വന്നാലും 200 രൂപയ്ക്ക് സിനിമ കാണാൻ, അല്ലെങ്കിൽ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് തരാം. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിടണം. ആ ബുക്കിംഗ് പ്രൈസ് ആയിട്ട് നിങ്ങൾ 50 രൂപയും എനിക്ക് തരണമെന്ന് പറയും. അതായത് തിയേറ്റർ ഗിവ്സ് എ ചാൻസ് അല്ലെങ്കിൽ ആൻ ഓപ്ഷൻ ടു ദ മൂവി ഫാൻസ് ടു ബുക്ക് എ ടിക്കറ്റ് നൗ for 50 rupees, such that no matter which movie is releasing in that theater, that person can see the movie at a fixed ticket price of 200. അതായത് ഈ ടിക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ gives the movie fan the right but not obligation to buy the ticket later. അതായത് ഈ പറയുന്ന എല്ലാം ഫിനാൻഷ്യൽ ജാർഗൺസ് ആണ്. ഇത് അതേപോലെ പഠിച്ചു വെച്ചിരിക്കുക. The right but not the obligation. സോ ഈ പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ 50 രൂപ കൊടുത്ത് ഇപ്പം ഈ മൂവി ഫാൻ ആ ടിക്കറ്റിന്റെ ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഓപ്ഷൻ മേടിച്ചാൽ he can see the film for 200 rupees no matter which film is coming. രജനീകാന്തിന്റെ ആയിക്കോട്ടെ, ന്യൂ കമ്മർ ഫിലിം ആയിക്കോട്ടെ, ഏത് സിനിമ വന്നാലും പുള്ളിക്കാരന് 200 രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റും. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി ബുക്ക് ചെയ്യാനായിട്ട് ഇന്ന് 50 രൂപ കൊടുത്ത് ഈ സ്ലോട്ട് ബുക്ക് ചെയ്തിടണം, എങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കും, എന്തിന് ഒരാൾ ഇപ്പം 50 രൂപ കൊടുത്തിട്ട് നാളെ ഏത് സിനിമയാണ് വരാൻ പോകുന്നതെന്ന് പോലും അറിയാതെ എന്തിനു ബുക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രജനീകാന്തിന്റെ സിനിമയാണ് വരുന്നതെങ്കിൽ ടിക്കറ്റിന്റെ പ്രൈസ് 1000 രൂപയിലേക്ക് പോകും. പക്ഷെ ഈ പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് എന്താ തരുന്നത്? 200 രൂപയ്ക്ക് നിങ്ങൾക്ക് രജനീകാന്തിന്റെ സിനിമ കാണാം എന്നുള്ളൊരു ഓപ്ഷനാണ് ഇത് തരുന്നത്.
അതായത് ലിറ്ററലി നിങ്ങൾ 800 രൂപ അവിടെ സേവ് ചെയ്യുവാണ്. ഈ രജനീകാന്തിന്റെ ഫിലിം ആണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഈ ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 800 രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഇവിടെ ഒരു റിസ്ക് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ന്യൂ കമ്മറിന്റെ സിനിമയാണ് വരുന്നതെങ്കിൽ ടിക്കറ്റിന്റെ പ്രൈസ് 100 രൂപയിലേക്ക് ഇടിയും. അതായത് നിങ്ങളുടെ ആ എക്സർസൈസ് നിങ്ങളുടെ റൈറ്റ് എക്സർസൈസ് ചെയ്യില്ല. അതായത് 100 രൂപയ്ക്കാണ് ന്യൂ കമ്മറിന്റെ ഫിലിം വരുന്നത്. തിയേറ്റർ നിങ്ങൾക്ക് വിറ്റ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഏത് സിനിമ വന്നാലും 200 രൂപയ്ക്ക് കാണാം എന്നുള്ള ഒരു ഓപ്ഷനാണ്. നിങ്ങൾ പോയി ആ 200 രൂപ കൊടുത്ത് 100 രൂപയുടെ ടിക്കറ്റ് 100 രൂപയുടെ സിനിമ കാണൂ? ഇല്ല. നിങ്ങൾ വെറുതെ ആ ടിക്കറ്റ് കൗണ്ടറിൽ പോയാൽ നിങ്ങൾക്ക് 100 രൂപയുടെ ടിക്കറ്റ് കിട്ടും. പിന്നെ എന്തിനാണ് നിങ്ങൾ 200 രൂപയ്ക്ക് പോയി ആ ന്യൂ കമ്മറിന്റെ ഫിലിം കാണുന്നത്? സോ ഇങ്ങനെ ഒരു റിസ്ക് സൈഡും ഉണ്ട്. അതായത് ന്യൂ കമ്മറിന്റെ ഫിലിം വന്നാൽ നിങ്ങൾക്ക് ആകെക്കൂടെ അത് കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പോകുമെന്ന് പോലും അറിയത്തില്ല. ഇനി പോയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആകെക്കൂടെ വരാൻ പോകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ 50 രൂപ നിങ്ങൾ ഇപ്പം കൊടുത്തില്ലേ ആ പറയുന്ന ഓപ്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട്. സോ ആ 50 രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മാക്സിമം ഉണ്ടാവുന്ന ലോസ്. അതേസമയം രജനീകാന്തിന്റെ ഫിലിം വന്നാലോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് 800 റുപ്പീസിന്റെ ഗെയിൻ ആണ്. എങ്ങനെയാണ് 800 റുപ്പീസിന്റെ ഗെയിൻ വരുന്നത്? സപ്പോസ് രജനീകാന്തിന്റെ സിനിമ വന്നു, നിങ്ങൾ ആ ടിക്കറ്റ് തിയേറ്ററിന്റെ കയ്യിൽ നിന്ന് 200 രൂപയ്ക്ക് മേടിച്ച് സപ്പോസ് വേറൊരാൾക്ക് മറിച്ചു വിറ്റാൽ, ഇപ്പൊ തിയേറ്ററിൽ എത്ര 1000 രൂപയാണ് ടിക്കറ്റ്, വേറൊരാൾക്ക് ഇത് 1000 രൂപയ്ക്ക് മറിച്ചു വിറ്റാൽ നിങ്ങൾക്ക് 1000 മൈനസ് 200 റുപ്പീസ് 800 റുപ്പീസ് ആണ് നിങ്ങൾക്ക് പോക്കറ്റിൽ ഇരിക്കാൻ പോകുന്നത്. സോ 800 രൂപയുടെ ഗെയിനും 50 രൂപയുടെ ലോസും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഈ ഓപ്ഷൻ എടുക്കുവോ ഇല്ലയോ? ഓഫ് കോഴ്സ് എടുക്കും. രജനീകാന്തിന്റെ ഫാൻ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമ ഈ ഓപ്ഷൻ നിങ്ങൾ എടുത്തിരിക്കും. ഓരോ കേസസ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ രജനീകാന്തിന്റെ ഫിലിം ആണ് റിലീസ് ആവുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ യു ഹാവ് ബോട്ട് ആൻ ഓപ്ഷൻ ഫോർ 50 റുപ്പീസ്. ഓക്കെ, ആ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് പറഞ്ഞത്? സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് സിനിമ വന്നാലും കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. രജനീകാന്തിന്റെ സിനിമ വന്നപ്പോ എന്തായി? ടിക്കറ്റിന്റെ പ്രൈസ് ഒറ്റയടിക്ക് 1000 രൂപയായി. ദ മൂവി ഫാൻ ഗോസ് ടു ദ തിയേറ്റർ. നമ്മുടെ രജനീകാന്ത് ഫാൻ നേരെ തിയേറ്ററിലോട്ട് പോവാണ്. എന്നിട്ട് 200 രൂപ എടുത്ത് തിയേറ്ററിന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുവാണ്, അണ്ണാ നിങ്ങൾ പറഞ്ഞ എനിക്ക് 200 രൂപയ്ക്ക് ടിക്കറ്റ് വരുമെന്ന്, എന്നാ പിടിച്ചോ 200 രൂപ, എന്റെ ടിക്കറ്റ് ഇങ്ങോട്ട് എടുക്കാൻ പറയും. അപ്പം ഈ പറയുന്ന തിയേറ്റർ 1000 രൂപയുടെ ടിക്കറ്റ് വെറും 200 രൂപയ്ക്ക് നമ്മുടെ മൂവി ഫാനിന് കൊടുക്കുവാണ്. എന്തുകൊണ്ട്? നേരത്തെ അവൻ 50 രൂപ കൊടുത്ത് ഓപ്ഷൻ മേടിച്ചു വെച്ചായിരുന്നു. ദ ടിക്കറ്റ് ഹാസ് എ വാല്യൂ അല്ലെങ്കിൽ പേ ഓഫ് ഇൻ അതർ വേർഡ്സ് ഓഫ് 800 റുപ്പീസ് നൗ. എങ്ങനെ? ഞാൻ പറഞ്ഞു, ഈ 200 രൂപയുടെ ടിക്കറ്റ് അവൻ വേറൊരാൾക്ക് മറിച്ചു വിറ്റാൽ, 1000 രൂപയ്ക്ക് ആണ് ഇപ്പം ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ 1000 രൂപയ്ക്ക് മറിച്ചു വിറ്റാൽ അവന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ 800 റുപ്പീസ് ആണ്. അല്ലെങ്കിൽ ആ ടിക്കറ്റിന്, അവന്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന് ഇപ്പോൾ 800 രൂപ വിലയുണ്ട്. ആ 800 റുപ്പീസ് ആണ് ആ ടിക്കറ്റിന്റെ വില എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻ ഫൈനാൻഷ്യൽ ജാർഗൺ വി സേ ദാറ്റ് 800 is the പേ ഓഫ് ദി ഓപ്ഷൻ. 800 ആ ടിക്കറ്റിന്റെ പേ ഓഫ്, ആ ഓപ്ഷന്റെ പേ ഓഫ് എന്ന് പറയുന്നത് 800 ആണ്. ഞാൻ എടുത്തു പറയുന്നു, പുള്ളിക്കാരൻ മൊത്തത്തിൽ എത്ര രൂപ പേ ചെയ്തു? ഒന്ന് ആ ഓപ്ഷൻ മേടിക്കാനുള്ള 50 രൂപയും പിന്നെ ടിക്കറ്റ് മേടിക്കാനുള്ള ഒരു 200 രൂപയും കൂടെ കൊടുത്ത് 250 രൂപയാണ് മൊത്തത്തിൽ ചെലവാക്കിയത്. അങ്ങനെ നോക്കുമ്പം പുള്ളിക്കാരന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 മൈനസ് 250 750 റുപ്പീസ് ആണ്. 800 അല്ല. 800 എന്ന് പറയുന്നത് ആ ടിക്കറ്റിന്റെ വാല്യൂ ആണ്, ആ ഓപ്ഷന്റെ പേ ഓഫ് ആണ്. 750 എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഫിറ്റ് ടു ദി ഓപ്ഷൻ ബയർ ആണ്. സോ പ്രോഫിറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം പേ ഓഫ്. ഡു നോട്ട് കൺഫ്യൂസ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും ഞാൻ ഫുൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓപ്ഷന്റെ പേ ഓഫിനെ പറ്റിയിട്ടാണ്. ഓപ്ഷന്റെ പ്രോഫിറ്റോ ലോസിനെ പറ്റിയിട്ട് നമ്മൾ ഈ പർട്ടിക്കുലർ സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. സോ പ്രോഫിറ്റ് ഇസ് ഡിഫറെന്റ് ഫ്രം ദി ഓപ്ഷൻസ് പേ ഓഫ് ആൻഡ് വാല്യൂ. ഓക്കെ, ഇനി കേസ് 2. തിയേറ്റർ റിലീസസ് എ ന്യൂ കമ്മർ മൂവി. നമ്മുടെ രജനീകാന്തിന്റെ ഫിലിം അല്ല വന്നത്, ആ സിനിമ കിട്ടിയില്ല തിയേറ്ററിന്. പകരം നമ്മുടെ ന്യൂ കമ്മറിന്റെ ഒരു ഫിലിം കിട്ടി. എന്താ പറ്റുക? ടിക്കറ്റിന്റെ പ്രൈസ് ഒറ്റയടിക്ക് 100 രൂപയിലേക്ക് ഇടിഞ്ഞു. നമ്മുടെ ഓപ്ഷൻ എന്താ തന്നിരുന്നത്? 200 രൂപയ്ക്ക് ടിക്കറ്റ് കാണാം എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ദ മൂവി ഫാൻസ് ടിക്കറ്റ് അല്ലെങ്കിൽ ദ ഓപ്ഷൻ ഗേവ് ഹിം ദ റൈറ്റ് ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ ടു ബൈ ദ ടിക്കറ്റ് അറ്റ് 200 റുപ്പീസ്. അതായത് ഇവന് വേണമെങ്കിൽ പോയി കണ്ടാൽ മതി സിനിമ,
തിയേറ്റർ ഒരിക്കലും നിർബന്ധിക്കാൻ പോകുന്നില്ല നീ ഓപ്ഷൻ മേടിച്ചത് കൊണ്ട് നീ ഉറപ്പായിട്ടും വന്ന് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് തിയേറ്ററിന്, അതായത് ഓപ്ഷൻ സെല്ലറിന് പറയാൻ പറ്റത്തില്ല. അത് ഓപ്ഷൻ ബയ്യറിന്റെ റൈറ്റ് ആണ്, അവന് ഒബ്ലിഗേഷൻ ഇല്ല സിനിമ കാണണം എന്നുള്ളത്. When the ticket price is just 100 rupees, do you think the movie fan will exercise his right? No, never. അവന് വെറുതെ ആ കൗണ്ടറിൽ പോയാൽ അവന് 100 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും. പിന്നെ എന്തിനാ അവൻ 200 രൂപയ്ക്ക് അവന്റെ ഓപ്ഷൻ എക്സർസൈസ് ചെയ്യുന്നത്? ഒരിക്കലും അവൻ ചെയ്യില്ല അല്ലേ? ഇനി അഥവാ അവൻ എക്സർസൈസ് ചെയ്ത് 200 രൂപയ്ക്ക് ടിക്കറ്റ് മേടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവൻ ഇത് മറിച്ചു വിൽക്കാൻ ശ്രമിച്ചാൽ ആരെങ്കിലും ഇവന് 200 രൂപ എടുത്ത് കൊടുക്കുവോ? ഒരിക്കലും ഇല്ല. അതായത് അവന്റെ കയ്യിലിരിക്കുന്ന ടിക്കറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അവൻ ആ ടിക്കറ്റ് കീറിക്കളയാൻ ഒരു പ്രശ്നവും ഇല്ല. കാരണം ആരും ആ ടിക്കറ്റ് മേടിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ആ ടിക്കറ്റ് അല്ലെങ്കിൽ ആ ഓപ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്, പേ ഓഫ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഒരിടത്ത് നമ്മൾ പേ ഓഫ് കണ്ടത് 800 ആണ്, ഇവിടെ വന്നപ്പോഴത്തേക്കിനും 0 ആണ്. സോ ആ ടിക്കറ്റിന്റെ അല്ലെങ്കിൽ ആ ഓപ്ഷന്റെ പേ ഓഫ് വേരീസ് ബിറ്റ്വീൻ 0 to 800. ഓക്കെ, ഇതാണ് ആ ടിക്കറ്റിന്റെ പേ ഓഫ് എന്ന് പറയുന്നത്. ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനുണ്ടാവുന്ന നഷ്ടം എന്താണ്? -50 റുപ്പീസ് ആണ് ഇവന്റെ പേ ഓഫ്. ആ ടിക്കറ്റിന്റെ പേ ഓഫ് എന്ന് പറയുന്നത്, ആ വാല്യൂ എന്ന് പറയുന്നത് 0യും ഇവന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് -50 റുപ്പീസും ആണ്. സോ പേ ഓഫും പ്രോഫിറ്റും രണ്ടും രണ്ടാണ്, മനസ്സിലാക്കി വെക്കുക. What we saw here is a derivative known as option, specifically a call option. The call option gives the buyer, അതായത് the movie fan, a right but not obligation. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതെല്ലാം നിങ്ങളുടെ ഫൈനാൻഷ്യലിൽ വരുന്ന ജാർഗൺസ് ആണ്. ഇത് അതേപടി പഠിച്ചു വെക്കുക. ഇറ്റ് ഗിവ്സ് ദ ടിക്കറ്റ് അല്ലെങ്കിൽ ദ ഓപ്ഷൻ ഗിവ്സ് ദ ഓപ്ഷൻ ബയ്യർ, അതായത് ഇവിടെ മൂവി ഫാൻ, a right but not the obligation to buy the asset. അതായത് ഇവിടെ watch the movie at a previously agreed strike price. 200 രൂപയ്ക്ക് ഏത് സിനിമ വേണമെങ്കിലും കാണാം എന്ന് പറയുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ്. പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ് ആണ്. ഞാൻ ആദ്യമേ പറയുവാണ് 200 രൂപയ്ക്ക് കാണാമെന്ന്. അതിനെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. This call option is sold by a call option seller അഥവാ തിയേറ്റർ. തിയേറ്ററിനെയാണ് നമ്മൾ കോൾ ഓപ്ഷൻ സെല്ലർ എന്ന് പറയുന്നത്. കോൾ ഓപ്ഷൻ ബയ്യർ എന്ന് പറയുന്നത് മൂവി ഫാൻ ആണ്. ഓൾസോ ദ ഓപ്ഷൻ ഈസ് കോൾഡ് എ കണ്ടിൻജന്റ് ക്ലെയിം. കണ്ടിൻജന്റ് ക്ലെയിം എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിൻജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഡിപ്പെൻഡിങ് അപ്പോൺ സംതിങ് ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഞാൻ ഈ എക്സർസൈസ്, എന്റെ ഓപ്ഷൻ ഞാൻ എപ്പോഴാണ് എക്സർസൈസ് ചെയ്യുന്നത്? എനിക്ക് പോസിറ്റീവായിട്ട് ഒരു ഇവന്റ് നടക്കുമ്പോഴാണ്. അതായത് the options എന്ന് പറയുന്ന ഡെറിവേറ്റീവ് will be exercised depending upon an uncertain future scenario. ബയ്യറിന് ഇഷ്ടം ഉണ്ടെങ്കിലേ അവൻ വന്ന് ഈ റൈറ്റ് എക്സർസൈസ് ചെയ്യത്തുള്ളൂ. The call option buyer must pay the call option seller an amount today. നമ്മൾ പറഞ്ഞു 50 രൂപ കൊടുത്തിട്ടാണ് അവൻ ആ ഓപ്ഷൻ, ആ 200 രൂപയ്ക്ക് സിനിമ കാണാം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൻ ബുക്ക് ചെയ്തിട്ടത് അല്ലേ? സോ ആ 50 രൂപ അയാൾക്ക് അഡ്വാൻസ് കൊടുക്കണം. ആർക്കാണ്? തിയേറ്ററിന്. തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? ഓപ്ഷൻ സെല്ലർ ആണ് അല്ലേ? സോ ഒരു ഓപ്ഷൻ ബയ്യർ ഒരു ഓപ്ഷൻ സെല്ലറിന് ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കണം. ഈ അഡ്വാൻസ് എമൗണ്ടിന് നമ്മൾ ഫൈനാൻസിൽ പറയുന്നതിനെയാണ് ഓപ്ഷൻസ് പ്രീമിയം അല്ലെങ്കിൽ ദ പ്രൈസ് ഓഫ് ദി ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഓപ്ഷൻ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നും എന്തിന് ഒരു ഓപ്ഷൻ ബയ്യർ ഒരു ഓപ്ഷൻ സെല്ലറിന് ഈ പറയുന്ന ഓപ്ഷൻ പ്രീമിയം കൊടുക്കണം എന്നുള്ള രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്നത്. വാട്ട് ഷുഡ് ബി ദി അഡ്വാൻസ് എമൗണ്ട് that the option buyer should pay the option seller, and why should the advance amount be paid by the option buyer to the option seller. ജസ്റ്റ് നമുക്ക് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ഡീൽ ചെയ്ത പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ ആണ്. സോ ജസ്റ്റ് ആ ടോപ്പിക്കിന് ഒരു കംപ്ലീറ്റ്നെസ് വരുത്താൻ വേണ്ടി നമുക്ക് പുട്ട് ഓപ്ഷനും കൂടെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു പോവാം. ജസ്റ്റ് ടു ഗിവ് എ ഫുൾ പിക്ചർ, ദർ ഇസ് അനദർ ഓപ്ഷൻ കോൾഡ് പുട്ട് ഓപ്ഷൻ. ഓപ്ഷൻ രണ്ടെണ്ണം ഉണ്ട്, നിങ്ങൾക്കറിയാം, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. കോൾ ഓപ്ഷൻ നമ്മളിപ്പോ കണ്ടത് ഇറ്റ് ഗിവ്സ് ദി ഓപ്ഷൻ ബയ്യർ ദ റൈറ്റ് ടു ബൈ ആൻ അസെറ്റ് ആണ്. അതായത് കോൾ ഓപ്ഷനിൽ റൈറ്റ് ടു ബൈ ആൻ അസെറ്റ് ഈസ് ഗിവൺ ടു ദ ഓപ്ഷൻ ബയ്യർ. In a put option, the option buyer is getting the right to sell an asset ആണ്. ഇത് രണ്ടുമേ ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ. ഒരിടത്ത് റൈറ്റ് ടു ബൈയും ഒരിടത്ത് റൈറ്റ് ടു സെല്ലും. പുട്ട് ഓപ്ഷനിലാണ് റൈറ്റ് ടു സെല്ല് വരുന്നത്.
അറ്റ് എ പ്രീ അഗ്രീഡ് സ്ട്രൈക്ക് പ്രൈസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രീ അഗ്രീഡ് ആണ്. പ്രീ അഗ്രീഡ് ആയിട്ടുള്ള സ്ട്രൈക്ക് പ്രൈസ്. Here also the option buyer must pay the option seller an advance amount. അല്ലെങ്കിൽ ഇവിടെയും ഒരു ഓപ്ഷൻ പ്രീമിയം ഇൻവോൾവ് ആണ് to buy that rights. Example, a farmer buying the put option has the right but not the obligation to sell his potatoes to a nearby shop that he will harvest 3 months from now. അതായത് ഇന്ന് പൊട്ടറ്റോന്റെ വില 50 ആണ്. അയാൾ 3 മാസം കഴിഞ്ഞ് ഈ പറയുന്ന പൊട്ടറ്റോസ് ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് the farmer is worried that the price of the potatoes will fall to 30 rupees. ഇതാണ് ആ ഫാർമറിന്റെ പേടി എന്ന് പറയുന്നത്. സോ ഫാർമർ എന്ത് ചെയ്യും? ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും. ബൈ ചെയ്യുമ്പോഴത്തേക്കിനും the farmer has the right to sell his potatoes at 50 rupees itself, no matter what the price in the spot market is. ഇനി അതല്ല, പൊട്ടറ്റോന്റെ വില ഇയാൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും, ഫാർമർ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും 60 രൂപയായാൽ ഫാർമർ ഉറപ്പായിട്ടും ആ പറയുന്ന സ്പോട്ട് മാർക്കറ്റിലായിരിക്കും ഫാർമർ പൊട്ടറ്റോ വിൽക്കാൻ പോകുന്നത്. സോ ഈ ഒരു റൈറ്റ് കൊടുക്കുന്നതാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. റൈറ്റ് ടു സെൽ ആണ് പുട്ട് ഓപ്ഷൻ. If the price of the potatoes fall, he will sell it to that put option seller, അതായത് shopkeeper. If the price of the potato is higher in the future, he ignores the shopkeeper and sells it in the open market. അതാണ് പുട്ട് ഓപ്ഷൻ. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുന്നേ 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വാറൻ ബഫറ്റ്, ദ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫറ്റിന്റെ സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വാറൻ ബഫറ്റ് ഫോളോ ചെയ്തിരുന്നത് കവേർഡ് പുട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എന്താണ് വാറൻ ബഫറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? വാറൻ ബഫറ്റ് ഏതെങ്കിലും ഒരു കമ്പനി അനലൈസ് ചെയ്യും, അടിമുടി അനലൈസ് ചെയ്ത് A to Z അതിന്റെ ഫുൾ ഫണ്ടമെന്റൽസ്, അതിന്റെ ഫുൾ ബിസിനസ് മോഡൽ, അതിന്റെ എല്ലാം കീ കോമ്പറ്റീറ്റേഴ്സും സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് എല്ലാം പഠിച്ചിട്ട് നമ്മുടെ വാറൻ ബഫറ്റ് പറയും, എനിക്ക് ഈ കമ്പനി ഇഷ്ടപ്പെട്ടു, അത് പെർ ഷെയർ ഞാൻ ആ കമ്പനിക്ക് കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് 10 rupees പെർ ഷെയർ ആണ്. അതാണ് വാറൻ ബഫറ്റ് ആ കമ്പനിക്ക് കാണുന്ന ഫെയർ പ്രൈസ് എന്ന് പറയുന്നത്. 10 രൂപയാണ് പെർ ഷെയർ ഞാൻ കൊടുക്കാൻ, $10 ആണ് പെർ ഷെയർ കൊടുക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് വാറൻ ബഫറ്റ് ആഫ്റ്റർ ഹിസ് ഇന്റൻസ് റിസർച്ച് ഈ ഐഡന്റിഫൈഡ്. പക്ഷെ ഇപ്പം സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് $13 ആണെന്ന് വെച്ചോളൂ. സോ ഹി ഈസ് ഓൺലി വില്ലിംഗ് ടു പേ $10 പെർ ഷെയർ. പുള്ളിക്കാരന്റെ ഈ പൈസ ഉണ്ട്, പുള്ളിക്കാരൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. എപ്പോഴാണോ ഈ പറയുന്ന ഷെയർ $10 എത്തുന്നത്, ഓൺ ദ സ്പോട്ട് പുള്ളിക്കാരൻ മാറ്റി വെച്ചിരിക്കുന്ന ഈ പൈസ എടുത്ത് ഈ പറയുന്ന 10 rupees ആ കമ്പനീസിന്റെ ഷെയർസ് മേടിക്കും. സോ ഇപ്പം ട്രേഡ് ചെയ്യുന്നത് $13 സോ ഒരു സാധാരണ ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഒരു കോമൺ മാൻ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവൻ ഈ പൈസ മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന ഷെയർ 13 നിന്നും 10 വരെ എത്തുന്ന വരെ അവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ വാറൻ ബഫറ്റ് അണ്ണൻ ഒരു സാധാരണക്കാരനല്ല, അങ്ങേര് ഒരു പുലിയാണ്. അങ്ങേര് എന്ത് ചെയ്യും? എന്തായാലും അങ്ങേർക്ക് 10 രൂപ എത്തുന്ന വരെ അങ്ങേര് വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല. അയാൾ പറഞ്ഞു, ശരി ഞാൻ 10 രൂപയ്ക്ക് മേടിക്കാൻ റെഡിയാണ്, ഞാനൊരു കാര്യം ചെയ്യാം, ഈ 10 rupees ഞാൻ ഒരു പുട്ട് ഓപ്ഷൻ അങ്ങ് സെല്ല് അയാൾ വിചാരിക്കുന്നു. വെറുതെ ഇരിക്കുന്ന സമയമാണ്, $13 ഇപ്പൊ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സോ ഈ വെറുതെ ഇരിക്കുന്ന സമയത്തിൽ അയാൾ പറയുവാണ്, ഞാൻ 10 rupees പുട്ട് ഓപ്ഷൻ അങ്ങ് സെല്ല് ചെയ്യാം. പുട്ട് ഓപ്ഷൻ സെല്ലർ എന്താ ചെയ്യേണ്ടത്? പുട്ട് ഓപ്ഷൻ സെല്ലർ ഈസ് ഒബ്ലിഗേറ്റഡ് ടു ബൈ ദി ഷെയർസ് ഫ്രം ദി ബയർ, ഓപ്ഷൻ ബയർ അറ്റ് $10. ഓക്കെ, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താൽ ആ പറയുന്ന പുട്ട് ഓപ്ഷൻ സെല്ലർ പുട്ട് ഓപ്ഷൻ ബയറിന്റെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് മേടിക്കണം സ്ട്രൈക്ക് പ്രൈസിൽ, ഇവിടെ 10 രൂപയ്ക്ക്. സോ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇമാജിൻ ദാറ്റ് വാറൻ ബഫറ്റ് ഈസ് കമ്മിങ് ടു ഇന്ത്യ ആൻഡ് ഇറ്റ് കണ്ടക്ടഡ് ദ റിസർച്ച് ഓഫ് അവർ കമ്പനി. റിലയൻസിന്റെ കമ്പനി റിസർച്ച് ചെയ്തു. ആൻഡ് ദ റിസർച്ച് ടോൾഡ് നമ്മുടെ വാറൻ ബഫറ്റ് ദാറ്റ് the Reliance shares is good to buy at 1,300 rupees per share. Currently Reliance ട്രേഡ് ചെയ്യുന്നത് 1,500 രൂപയ്ക്കാണ്. So instead of waiting for the Reliance stock to fall to 1,300, Warren Buffett do something brilliant. He writes a put option. Writing a put option, selling a put option same തന്നെയാണ്. So he writes a put option at 1,300. Since you are a seller of a put option,
ദ ബയർ പേയ്സ് യു എ പ്രീമിയം. ഓക്കെ, ബയർ നിങ്ങൾക്ക് ആ അഡ്വാൻസ് എമൗണ്ട്, ടിക്കറ്റിന് 50 രൂപ നിങ്ങൾ അഡ്വാൻസ് കൊടുത്തില്ലേ ഓപ്ഷൻ മേടിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ഇവിടെയും ഒരു ഓപ്ഷൻ ബയർ ഈ വാറൻ ബഫറ്റിന് പ്രീമിയം പേ ചെയ്യും, ഒരു ഓപ്ഷൻ പ്രൈസ് പേ ചെയ്യും, വിച്ച് ഈസ് ആൻ ഇൻകം ഫോർ യു. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 1500 നിന്നും 1300 പ്രൈസ് നീങ്ങുമ്പോഴേക്കും നിങ്ങൾ ഇവിടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുവാണ്. ഓക്കെ, while waiting for the price to fall to 1300, you are making money in the waiting process. Just to remind, if the price falls below 1300, you as an option seller is obligated to buy the stock from the option buyer at 1300. Suppose ആ സ്റ്റോക്ക് 1000 രൂപയിലേക്ക് fall ചെയ്തു എന്ന് വിചാരിക്കുക. You could simply buy the stock from the open market at 1000 rupees. But being an option seller, you are obligated to buy the shares at 1300 from the option put option buyer. പക്ഷെ നിങ്ങൾക്ക് ഇത് വിഷമമൊന്നുമില്ല, നിങ്ങൾ ഒരിക്കലും വിഷമിക്കില്ല. കാരണം എനിക്ക് 1000 രൂപയ്ക്ക് മേടിക്കാവുന്ന സ്റ്റോക്ക് ഞാൻ എന്തിന് 1300 രൂപ കൊടുത്ത് മേടിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കാനൊന്നും പോകുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ 1300 എന്ന് പറയുന്ന ഒരു പ്രൈസിൽ എത്തിയത് 100% റിസർച്ച് ചെയ്ത് കിട്ടിയ പ്രൈസ് ആണ്. അതാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫെയർ പ്രൈസ് എന്ന് നിങ്ങൾ റിസർച്ച് വഴി കണ്ടുപിടിച്ചതാണ്. സോ യു ആർ കംപ്ലീറ്റ്ലി ഓക്കെ വിത്ത് buying the shares at 1300. Your research said that it is good to buy at 1300, so you are happy. You have already set aside the money. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നിങ്ങൾ ഓൾറെഡി 1300 ഷെയർ മേടിക്കാൻ വേണ്ടി പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾ ആ സ്റ്റോക്ക് മേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആ പ്രൈസിൽ മാത്രമേ നിങ്ങൾക്കൊരു ഡിസഗ്രിമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. 1300 എത്തിയാൽ നിങ്ങൾ ആ മാറ്റി വെച്ചിരിക്കുന്ന പൈസ ഉടനെ എടുത്തു കൊടുത്ത് ആ ഷെയർ മേടിക്കുവാണ്. You have already generated enough income as premium when the stock fell all the way from 1500 to 1300. അതായത് 1300 നിങ്ങൾ മേടിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ആ 1300 നിങ്ങൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തപ്പം 1500 തൊട്ട് 1300 വരെ ആ സ്റ്റോക്ക് ഫോൾ ചെയ്തപ്പം നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പ്രീമിയം, ഓപ്ഷന്റെ പ്രീമിയം വഴി, ഓപ്ഷന്റെ പ്രൈസ് വഴി ഒരു ഓപ്ഷൻ ബയർ, പുട്ട് ഓപ്ഷൻ ബയർ നിങ്ങൾക്ക് ഇൻകം, ഒരു പ്രീമിയം പേ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇൻ റിയാലിറ്റി യു ആർ ബൈയിങ് ദ സ്റ്റോക്ക് ഫോർ 1300 മൈനസ് ദാറ്റ് പ്രീമിയം എമൗണ്ട്. അതായത് നിങ്ങൾക്ക് 1300 നിങ്ങൾ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തപ്പം ആ പുട്ട് ഓപ്ഷൻ ബയർ നിങ്ങൾക്ക് 10 rupees തന്നെന്ന് വിചാരിക്കുക. ഇൻ എഫക്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ചെലവാക്കുന്ന പോകുന്ന എത്ര രൂപയാണ്? 1300 മൈനസ് 10, 1290 rupeesനാണ് നിങ്ങൾ ആ ഷെയർ സ്വന്തമാക്കാൻ പോകുന്നത്. നിങ്ങളുടെ റിസർച്ച് പറഞ്ഞത് 1300 മേടിച്ചോളാനാണ്. പക്ഷെ നിങ്ങൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഇൻ എഫക്ട് 1290 rupeesന് ആ ഷെയർ സ്വന്തമാക്കാൻ പറ്റി. ഇതിനെയാണ് കവേർഡ് പുട്ട് എന്ന് പറയുന്നത്. ഇതാണ് വാറൻ ബഫറ്റിന്റെ സ്ട്രാറ്റജി ആയിട്ട് ലോകമെമ്പാടും പുകഴ്ത്തുന്നത്. What we just saw is known as covered put, a strategy followed by Warren Buffett. Why is called a covered put? കാരണം he has already set aside the money, that is പുള്ളിക്കാരൻ covered ആണ്. നാളെ ആ സ്റ്റോക്ക് മേടിക്കേണ്ടി വരും എന്ന് പുള്ളിക്കാരൻ നല്ല ധാരണയുണ്ട്. അതിനുവേണ്ടി ഇന്നേ പുള്ളിക്കാരൻ പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. He has a clear intention to buy the stock. You are not just any speculating trader. Always sell the put option if you have an intention to buy the stock. നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളും എപ്പോഴാണ് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യേണ്ടത്? ഇഫ് യു ഹാവ് ആൻ ഇന്റൻഷൻ ടു ബൈ ദ സ്റ്റോക്ക്. അതർവൈസ് ജസ്റ്റ് അവോയ്ഡ് സെല്ലിംഗ് ദ പുട്ട് ഓപ്ഷൻ. ഇഫ് യു ആർ എ സ്പെക്യുലേറ്റിംഗ് ട്രേഡർ ഹാവിംഗ് നോ ഇന്റൻഷൻ ടു ഹോൾഡ് ദ സ്റ്റോക്ക്, then it is called a naked put. മറ്റേതിനെ നമ്മൾ വിളിച്ചതാണ് കവേർഡ് പുട്ട്. ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കാൻ ഒരു ഇന്റൻഷനും ഇല്ലെങ്കിൽ എന്നിട്ടും നിങ്ങൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് നേക്കഡ് പുട്ട് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നേക്കഡ് പുട്ട് എന്ന് വിളിക്കുന്നു? യു സോൾഡ് എ പുട്ട് ഓപ്ഷൻ. വാറൻ ബഫറ്റിനെ പോലെ നിങ്ങളും 1300 ഒരു പുട്ട് ഓപ്ഷൻ അങ്ങോട്ട് സെല്ല് ചെയ്തു. പക്ഷെ വാറൻ ബഫറ്റിന് സ്റ്റോക്ക് മേടിക്കണം, 1300 സ്റ്റോക്ക് മേടിക്കണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പൈസയും പുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റോക്ക് മേടിക്കാനും ആഗ്രഹമില്ല, ആ സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസയും നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല.
സപ്പോസ് ആ സ്റ്റോക്ക് 1000 രൂപയിലേക്ക് ഫോൾ ചെയ്തെന്ന് വിചാരിക്കുക. വാറൻ ബഫറ്റ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? എന്തായാലും ഞാൻ പൈസ 1300 രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ സിംപ്ലി 1300 രൂപ എടുത്ത് ആ പുട്ട് ഓപ്ഷൻ ബയറിന്റെ കയ്യിൽ നിന്ന് ആ സ്റ്റോക്ക് ഞാനങ്ങ് മേടിക്കും. നിങ്ങളാണെങ്കിലോ, you are obligated to buy the stock from him at 1300 rupees. ഓക്കെ, നിങ്ങൾ മേടിക്കണം. പക്ഷെ നിങ്ങൾ പൈസ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? എന്തുകൊണ്ട് നിങ്ങൾ പൈസ മാറ്റി വെച്ചില്ല? നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോക്ക് മേടിക്കാനുള്ള ഇന്റൻഷനേ ഇല്ലായിരുന്നു, പിന്നെ എന്തിനു നിങ്ങൾ പൈസ മാറ്റി വെക്കണം? സോ നിങ്ങൾ ഗതികെട്ട് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി 1300 രൂപ കടം മേടിച്ച് ആ സ്റ്റോക്ക്, ആ പറയുന്ന ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ബയറിന്റെ കയ്യിൽ നിന്ന് ആ സ്റ്റോക്ക് നിങ്ങൾ 1300 രൂപയ്ക്ക് മേടിക്കുവാണ്. എന്നിട്ട് ഈ പൈസ 1300 രൂപ എനിക്ക് കൂട്ടുകാരന് തിരിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് കയ്യിൽ വെക്കാനൊട്ട് താല്പര്യമില്ല. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു? ഇത് ഓപ്പൺ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ഈ സ്റ്റോക്ക് വിൽക്കാൻ തീരുമാനിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സ്റ്റോക്ക് എത്ര രൂപയ്ക്ക് ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? 1000 രൂപയ്ക്കാണ്. സോ 1300 രൂപയ്ക്ക് നിങ്ങൾ പുട്ട് ഓപ്ഷൻ ബയറിന്റെ കയ്യിൽ നിന്ന് മേടിച്ച സ്റ്റോക്ക് നിങ്ങൾ 1000 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പോൾ ഇൻ എഫക്ട് നിങ്ങൾക്ക് 300 രൂപ നഷ്ടം വന്നു. 1300 നിങ്ങളുടെ കൂട്ടുകാരൻ്റെ നിന്ന് മേടിച്ചാൽ നിങ്ങൾക്ക് 1000 രൂപയെ അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് 300 രൂപ ഡെറ്റ് വന്നു. ഞാൻ പിന്നെയും പറയുന്നു, എപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാവുള്ളൂ? യു ഹാവ് എ ക്ലിയർ ഇന്റൻഷൻ ടു ബൈ ദി സ്റ്റോക്ക്. പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് ആ സ്റ്റോക്ക് മേടിക്കണമെന്നും ആഗ്രഹമുണ്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾ പുട്ട് ഓപ്ഷൻ സെല് ചെയ്യാവുള്ളൂ. In a similar sense, let us understand covered call. അപ്പൊ നമ്മൾ കവേർഡ് പുട്ട് പഠിച്ചു കഴിഞ്ഞു, നേക്കഡ് പുട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കവേർഡ് കോള് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. സെയിം ലോജിക് ആണ്. നിങ്ങൾ ആ സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞു. നമ്മുടെ വാറൻ ബഫറ്റ് 1300 രൂപയ്ക്ക് ആ സ്റ്റോക്ക്, റിലയൻസിന്റെ സ്റ്റോക്ക് മേടിച്ചു കഴിഞ്ഞു. ഇനി എഗെയിൻ പുള്ളിക്കാരൻ റിസർച്ച് നടത്തി. ഇവിടെ ടെക്നിക്കൽ അനാലിസിസ് എന്നാണ് ഇതിന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നടത്തിയപ്പോഴത്തേക്കിനും പുള്ളിക്കാരന്റെ റിസർച്ച് പറഞ്ഞു 2000 രൂപയ്ക്ക് മേലെ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോവില്ല ഇൻ ദ നിയർ ടേം. അതായത് 2000 രൂപ എപ്പോ സ്റ്റോക്ക് 2000 രൂപ എത്തുന്നോ അപ്പം ആ സ്റ്റോക്ക് വിറ്റിട്ട് വെളിയിൽ ഇറങ്ങാനാണ് നമ്മുടെ വാറൻ ബഫറ്റിന്റെ റിസർച്ച് പറയുന്നത്. കാരണം അതിന്റെ മേലെ നിയർ ടേമില് ഈ സ്റ്റോക്ക് 2000ന്റെ മേലെ പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ കറന്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 1800 റുപ്പീസിനാണ്. Again, instead of waiting for the stock to reach 2000, in the meantime you could sell the call option. മറ്റടുത്ത് sell the put option ആണ്, ഇവിടെ selling the call option ആണ്. അതായത് 1800 രൂപയ്ക്ക് ആണ് ഇപ്പൊ കറന്റ്ലി സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ 2000 രൂപ എത്തുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആ സ്റ്റോക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാം. എങ്ങനെയാണ്? ഒരു കോൾ ഓപ്ഷൻ സെല് ചെയ്താൽ മതി. കോൾ ഓപ്ഷൻ സെല്ലർ, അതായത് കോൾ ഓപ്ഷൻ സെല്ലിംഗ് എന്താണ്? നമ്മുടെ ആ സിനിമ തിയേറ്ററിന്റെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. തിയേറ്റർ ഈസ് ഒബ്ലിഗേറ്റഡ് ടു സെൽ ദ ടിക്കറ്റ് ടു ദ മൂവി ഫാൻ അറ്റ് 200 രൂപ. അതേപോലെ കോൾ ഓപ്ഷൻ സെല്ലർ 2000 രൂപയ്ക്ക് കോൾ ഓപ്ഷൻ സെല് ചെയ്താൽ this call option seller is obligated to sell the stock at 2000 rupees to the call option buyer. If the research, നിങ്ങൾ വേറൊരു രീതിയിൽ ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ 1300 രൂപയ്ക്ക് സ്റ്റോക്ക് മേടിച്ചേ, 1300 രൂപയ്ക്ക് സ്റ്റോക്ക് മേടിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ റിസർച്ച് പറയുവാണ് 2000 രൂപയ്ക്ക് വിറ്റോളാൻ. അപ്പം എപ്പോഴാണോ നിങ്ങൾ ഈ 1300 രൂപയ്ക്ക് മേടിക്കുന്നത്, ഓൺ ദ സ്പോട്ട് തന്നെ നിങ്ങൾക്ക് 2000 രൂപയുടെ കോൾ ഓപ്ഷൻ നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പം 1300 തൊട്ട് 2000 വരെ സ്റ്റോക്ക് എത്തുന്ന വരെ നിങ്ങൾക്ക് ഒരു പാസീവ് ആയിട്ട് ഒരു ഇൻകം കിട്ടിക്കൊണ്ടേയിരിക്കുവാണ്. By selling a call option, you are obligated to sell your stock to the call option buyer at the strike price of 2000. Strike price എന്നാണ് വിളിക്കുന്നത്. Suppose the stock rises to 2100. You should still sell the stock at 2000. അതായത് രജനീകാന്തിന്റെ സിനിമ വന്ന് 1000 രൂപ എത്തിയാൽ പോലും തിയേറ്റർ 200 രൂപയ്ക്ക് തന്നെ ടിക്കറ്റ് വിൽക്കണം. അതേപോലെ സ്റ്റോക്ക് 2100 ആയാലും നിങ്ങൾ 2000 രൂപയ്ക്ക് തന്നെ സ്റ്റോക്ക് വിറ്റേ പറ്റത്തുള്ളൂ, ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിംഗ് ഇൻ ദി ഓപ്പൺ മാർക്കറ്റ് അറ്റ് 2100. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, കാരണം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ റിസർച്ച് പറഞ്ഞിരുന്നു 2000 രൂപയ്ക്ക് വിറ്റിട്ട് വെളിയിറങ്ങിക്കോളാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. യു ആർ നോട്ട് വെറീഡ് അബൌട്ട് ദ ലോസ്റ്റ് എമൗണ്ട്. യു ഹാവ് എ ക്ലിയർ ഇന്റൻഷൻ ടു സെൽ ദ സ്റ്റോക്ക്. നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, നിങ്ങളുടെ കയ്യിൽ അസറ്റ് ഇരിപ്പുണ്ട്. ആ അസറ്റ് നിങ്ങൾ വിൽക്കാനുമുള്ള മൈൻഡാണ്.
എന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാവുള്ളൂ. തിയേറ്ററിന്റെ കയ്യിൽ ടിക്കറ്റ് ഇരിപ്പുണ്ട്, തിയേറ്റർ അത് 200 രൂപയ്ക്ക് കൊടുക്കാനും റെഡിയാണ്, അതുകൊണ്ടാണ് അത് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തത്. അതേപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാവുള്ളൂ. ഇനി സെയിം ഇതിനെയാണ് കവേർഡ് കോൾ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് നേക്കഡ് കോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കവേർഡ് കോളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യുന്ന സമയത്തും പുള്ളിക്കാരൻ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. 1300 തൊട്ട് 2000 വരെ പ്രൈസ് നീങ്ങിയപ്പോൾ പുള്ളിക്കാരൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി 2000 രൂപ എത്തി ഈ സ്റ്റോക്ക് വിൽക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ മേലെ ഒരു പ്രീമിയം എമൗണ്ടും പേ ചെയ്തിട്ടുണ്ടേ നമ്മുടെ ഓപ്ഷൻ ബയർ. സോ അതും ഈ പുള്ളിക്കാരന്റെ ഒരു ഇൻകം ആണ്. സോ ടോട്ടലി പുള്ളിക്കാരന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 2000 രൂപയ്ക്ക് വിറ്റോളാൻ പറഞ്ഞ സ്റ്റോക്ക് വിറ്റപ്പോഴത്തേക്കിനും പുള്ളിക്കാരന് 2000 പ്ലസ് ആ 10 രൂപയുടെ പ്രീമിയം എമൗണ്ടും കിട്ടുന്നുണ്ട്. സോ 2010 റുപ്പീസ് ആണ് മൊത്തത്തിൽ അയാൾക്ക് കിട്ടുന്നത്. ദിസ് ഇസ് നോൺ ആസ് കവേർഡ് കോൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് നേക്കഡ് കോൾ എന്ന് നോക്കാം. സിമിലർ ടു നേക്കഡ് പുട്ട് തന്നെയാണ് നേക്കഡ് കോളും. അതായത് നേക്കഡ് പുട്ടില് നിങ്ങളുടെ കയ്യിൽ പൈസ മാറ്റി വെച്ചിട്ടില്ല എന്താണ് സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ കടം മേടിച്ച് ആദ്യമേ ആ സ്റ്റോക്ക് മേടിക്കണം, പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ കൊണ്ടുപോയി അത് വിൽക്കണം. നേക്കഡ് കോളിലാണെങ്കിലോ നിങ്ങളുടെ കയ്യിൽ അസറ്റേ ഇല്ല. ഒരു കോൾ ഓപ്ഷൻ ബയർ വന്ന്, ഇപ്പം മൂവി ഫാൻ വന്ന് തിയേറ്ററിനോട് ടിക്കറ്റ് ചോദിക്കുമ്പോഴത്തേക്കിനും എൻ്റെ ഈ ടിക്കറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. സോ ആദ്യമേ ഇവന്റെ കയ്യിൽ ഇല്ലാത്ത അസറ്റ് ഇവൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് പിന്നീട് വേണം നമുക്ക് ഈ പറയുന്ന ഓപ്ഷൻ ബയ്യറിന്, കോൾ ഓപ്ഷൻ ബയ്യറിന് ഇവൻ വിൽക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻ എ നേക്കഡ് കോൾ എ സ്പെക്യുലേറ്റീവ് ട്രേഡർ സോൾഡ് ദ കോൾ ഓപ്ഷൻ അറ്റ് 2000. നമ്മുടെ വാറൻ ബഫറ്റിനെ പോലെ നേക്കഡ് കോളില് നമ്മുടെ സ്പെക്യുലേറ്റീവ് ട്രേഡറും 2000 രൂപയ്ക്ക് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. സപ്പോസ് എ പ്രൈസ് റൈസസ് ടു 2100. വാറൻ ബഫറ്റിന് വിഷമമില്ല, കാരണം പുള്ളിക്കാരൻ എന്തായാലും 2000 രൂപയ്ക്ക് വിൽക്കാനിരുന്നതാണ്. പക്ഷെ ഒരു സ്പെക്യുലേറ്റീവ് ട്രേഡർ അങ്ങനല്ല. പുള്ളിക്കാരൻ്റെ കയ്യിൽ വാറൻ ബഫറ്റിനെ പോലെ അണ്ടർലൈങ് സ്റ്റോക്ക് കയ്യിൽ വെച്ചിട്ടില്ല. ഇവൻ വെറുതെ വന്ന് കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തതാണ്. ഹി ഈസ് ഒബ്ലിഗേറ്റഡ് ടു സെൽ ദ സ്റ്റോക്ക് വിച്ച് ഹി ഡസ് നോട്ട് ഹാവ് അറ്റ് 2000 ബൈ ദ വേ ദ സ്റ്റോക്ക് ഈസ് ട്രേഡിംഗ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് അറ്റ് 2100. അതായത് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിൽ 2100 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന എഗ്രിമെന്റ് ഇവൻ ഫുൾഫില്ല് ചെയ്യണമെങ്കിൽ ഇവൻ കോൾ ഓപ്ഷൻ ബയ്യറിന് ഈ പറയുന്ന സ്റ്റോക്ക് വിൽക്കണം. ഇവന്റെ കയ്യിൽ സ്റ്റോക്കേ ഇല്ല. സോ ഇവൻ എന്താ ചെയ്യുന്നത്? ആദ്യമേ അവൻ ഓപ്പൺ മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് ആ പറയുന്ന സ്റ്റോക്ക് അവൻ മേടിക്കും. മേടിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ കയ്യിൽ പൈസയുണ്ടോ? ഇല്ല. അവൻ എഗെയിൻ ഗതി കെട്ട് അവന്റെ കൂട്ടുകാരന്റെ അടുത്ത് പോയി 2100 ബോറോ ചെയ്ത് ആ 2100 ആ സ്റ്റോക്ക് മേടിച്ച് പിന്നെ ആ ഓപ്ഷൻ ബയ്യറിന് 2000 രൂപയ്ക്ക് വിൽക്കുവാണ്. സോ ഇൻ എഫക്റ്റ് അവന് 100 രൂപ നഷ്ടം വന്നു. അതായത് ഇതിൽ നിന്ന് നേക്കഡ് പുട്ട് പോലെ നേക്കഡ് കോളിൽ എന്താണ് ഞാൻ പറഞ്ഞത്? ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾ ഒരു സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, ആ സ്റ്റോക്ക് മേടിക്കാൻ ഇന്റൻഷനും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാവുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അസറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ കോൾ ഓപ്ഷനും സെല്ല് ചെയ്യാവുള്ളൂ. സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ വാറൻ ബഫറ്റ് ഒക്കെ ഫേമസ് ആക്കിയ സ്ട്രാറ്റജീസ് ആണ്. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. Now you have a clear idea about the working of the options market. Let's get into the topic. എങ്ങനെയാണ് ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ആ ഓപ്ഷൻ പ്രൈസ്, അതായത് ആ ടിക്കറ്റ് തിയേറ്ററിന് 50 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണല്ലോ നമ്മൾ ആ ഓപ്ഷൻ മേടിച്ചത്. 200 രൂപയ്ക്ക് ടിക്കറ്റ് കണ്ടോളാം എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ആ 50 രൂപ എങ്ങനെയാണ് ആ 50 രൂപയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നതെന്നും എന്തിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഓപ്ഷൻ ബയ്യർ ഒരു ഓപ്ഷൻ സെല്ലറിന് പ്രീമിയം പേ ചെയ്യണം, അല്ലെങ്കിൽ ആ 50 രൂപ എന്തിന് കൊടുക്കണം, വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്, അതും നമുക്ക് നോക്കാം. റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇൻ ഫൈനാൻസ് ദർ ആർ മെനി റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ. റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ പേ ഓഫ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിന്റെ പേ ഓഫ്. ഞാൻ പറഞ്ഞു പേ ഓഫും പ്രോഫിറ്റും ഡിഫറെന്റ് ആണ്. പേ ഓഫ് ഓഫ് എനി സിംഗിൾ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് can be
മിമിക് ഒരു പെർട്ടിക്കുലർ ഇപ്പം സേ കോൾ ഓപ്ഷന്റെ ഈ പറയുന്ന പേ ഓഫിനെ നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും ബൈ കമ്പൈനിങ് ടു ഓർ മോർ അതർ ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഇപ്പം കോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഡെറിവേറ്റീവിന്റെ പേ ഓഫിനെ നമുക്ക് വേറെ പല ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സും കമ്പൈൻ ചെയ്തത് കൊണ്ട് അതിന്റെ പേ ഓഫിനെ നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും. അതിനെ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് പേ ഓഫ്. ഓക്കെ, ഇതിനെയാണ് റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇവിടെ എന്തിനാണ് നമ്മൾ റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോനെ പറ്റി വറി ചെയ്യുന്നത്? കാരണം ഇവിടെ ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിളും നോ ആർബിട്രാജ് പ്രിൻസിപ്പിളും വെച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻസിന്റെ പ്രീമിയം ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. സോ ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് വേണം കമ്പയർ ചെയ്യാനായിട്ട്. അതിനാണ് ഈ പറയുന്ന replicating portfolios നമ്മൾ യൂസ് ചെയ്യുന്നത്. Why are we concerned about the replicating portfolio? Because we need it to arrive at the no arbitrage principle and cash flow additivity where we compare two or more investment strategies. In this topic, on one side we will be considering the payoff, okay, payoff of selling a call option. On the other side we will be comparing the payoff of the replicating portfolio. So ഇത് രണ്ടിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്തിട്ടാണ് ഓപ്ഷന്റെ പ്രൈസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. The payoff from both should be same. അതായത് സെല്ലിംഗ് എ കോൾ ഓപ്ഷൻ കൊണ്ടുള്ള പേ ഓഫും റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോയുടെ പേ ഓഫും സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ അവിടെ ആർബിട്രാജിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ഓപ്ഷൻ പ്രൈസിംഗ്, നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. നമ്മുടെ നാട്ടില് ഒരു ഗോൾഡ് ഷോറൂം ഓണേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. സേ മലബാർ ഗോൾഡ്, ഭീമ, കല്യാൺ ജുവലേഴ്സ്, ഇഷ്ടം പോലെ നമ്മുടെ സ്വർണ്ണ വ്യാപാരികളുണ്ട് അല്ലെ, സ്വർണം ഷോറൂംസ് ഉണ്ട് നമ്മുടെ നാട്ടില്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയില്. സോ ഈ പറയുന്ന ഗോൾഡ് ബയേഴ്സ് സേ മലബാറെല്ലാം സ്പോട്ട് മാർക്കറ്റിലല്ല പൊതുവെ ഗോൾഡ് മേടിക്കുന്നത്. അവര് ഈ പറയുന്ന ഫ്യൂച്ചേഴ്സ് അല്ലെ ഫോർവേഡ് അല്ലെങ്കിൽ ഓപ്ഷൻസ് എഗ്രിമെന്റിൽ അഡ്വാൻസ് ആയിട്ടായിരിക്കും അവര് ഗോൾഡ് മേടിക്കുന്നത്. സോ ഗോൾഡ് പ്രൊഡ്യൂസിങ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ലോകത്ത് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ഗോൾഡ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്? റഷ്യ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ചൈന ഉണ്ട്. ഇവരെല്ലാമാണ് ഗോൾഡ് പ്രൊഡ്യൂസിങ് നേഷൻസ്. സോ മലബാറും ഭീമ അല്ലെങ്കിൽ കല്യാൺ പോലത്തെ ആൾക്കാർ ഈ കൺട്രീസ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, അവർക്ക് ഇന്ത്യയെ തന്നെ മേടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ജസ്റ്റ് നമ്മുടെ ഈ എക്സാമ്പിൾ, ഈ പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. നമ്മുടെ മലബാർ ചെന്നിട്ട് റഷ്യയുടെ കയ്യിൽ നിന്നാണ് അഡ്വാൻസ് ആയിട്ട് ഗോൾഡ് മേടിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ എനിവേസ് ഇപ്പം കറന്റ്ലി ഗോൾഡ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് 5000 രൂപയാണ്. ഓക്കെ, ഇപ്പൊ മലബാർ ഗോൾഡിന് ഒരു ചെറിയ പേടി, പെട്ടെന്ന് ഈ പറയുന്ന ഗോൾഡ് 6000 രൂപയിലേക്ക് റൈസ് ആയാൽ എനിക്ക് കൂടുതൽ ചെലവാക്കേണ്ടി വരും ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ ഗോൾഡ് പ്രൊഡ്യൂസിങ് നേഷൻ ആയിട്ടുള്ള റഷ്യ അടുത്തോട്ട് പോവാണ്. റഷ്യ അടുത്ത് പോയിട്ട് പറയുകയാണ്, അണ്ണാ എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങള് കോൾ ഓപ്ഷൻ എനിക്ക് വിൽക്കണം, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ബൈ 1 year കോൾ ഓപ്ഷൻസ് ഓൺ 1 gram gold at a strike price of 5000 rupees relate to the theater situation. അതായത് 4 കാര്യങ്ങൾ പുള്ളിക്കാരൻ ഡിറ്റർമിൻ ചെയ്യുവാണ്. നമ്മൾ തിയേറ്റർ സിറ്റുവേഷൻ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഒരു മൂവി ഫാൻ ചെന്ന് തിയേറ്റർ ഓണറിനോട് പറയുവാണ്, എനിക്ക് ഒരു വർഷത്തിന് ശേഷം, മറ്റേ സിനിമ ഒരു മാസം കഴിഞ്ഞാൽ റിലീസ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഇവിടെ ഒരു വർഷത്തിന് ശേഷമുള്ള ഡീലാണ് സംസാരിക്കുന്നത്. കോൾ ഓപ്ഷൻ ആണ്. സോ കോൾ ഓപ്ഷൻ ആ തിയേറ്റർ സിറ്റുവേഷനുമായിട്ട് സിമിലർ ആണ്. കോൾ ഓപ്ഷൻ ആണ് ബൈ ചെയ്യാൻ പോകുന്നത്. 1 gram ഓഫ് ഗോൾഡ്, ഒരു ടിക്കറ്റിന് പകരം ഇവിടെ 1 gram ഗോൾഡ് ആണ് ചോദിക്കുന്നത്. ഇത് വെറും ഇമാജിനറി ആണ്. 1 gram ഗോൾഡ് മേടിക്കാൻ വേണ്ടിയൊന്നും മലബാർ കഷ്ടപ്പെട്ട് റഷ്യ വരെ പോകത്തില്ല. 1000 കിലോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഈ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നമുക്ക് 1 gram ഗോൾഡ് അവർക്ക് മതി ഒരു വർഷം കഴിഞ്ഞ്. പിന്നെ സ്ട്രൈക്ക് പ്രൈസ് ഓഫ് 5000 rupees. തിയേറ്ററിലെ സ്ട്രൈക്ക് പ്രൈസ് എന്തായിരുന്നു? 200 രൂപയായിരുന്നു. ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് വെച്ചാൽ 5000. അതായത് ഓപ്ഷൻ സെല്ലർ തിയേറ്റർ ടിക്കറ്റിന്റെ പ്രൈസ് എന്ത് തന്നെ ആയാലും 200 രൂപയ്ക്ക് വിൽക്കണം. അതേപോലെ റഷ്യ ഗോൾഡിന്റെ പ്രൈസ് എന്ത് തന്നെ ആയാലും 5000 രൂപയ്ക്ക് മലബാറിന് വിൽക്കണം. ഇതാണ് ഡീൽ എന്ന് പറയുന്നത്, ഒരു വർഷത്തിന് ശേഷമുള്ള ഡീല്. സോ ഇവിടുത്തെ ഓപ്ഷൻ സെല്ലർ, കോൾ ഓപ്ഷൻ സെല്ലർ ആരാണ്? റഷ്യ. കോൾ ഓപ്ഷൻ ബയ്യർ ആരാണ്?
മലബാർ ഗോൾഡ് ആണ് വറി ചെയ്യുന്നത് 5000 രൂപയിലുള്ള ഗോൾഡ് 6000ത്തിലേക്ക് പോകുമോ എന്നുള്ള ഒരു പേടി. ഇനി അതല്ല 5000ത്തിന് താഴേക്കാണ് പോകുന്നതെങ്കിൽ മലബാർ ഗോൾഡ് സ്പോട്ട് മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ഗോൾഡ് മേടിച്ചോളും, റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല. ഇതാണ് അവരുടെ ഡീൽ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു വർഷത്തിന് ശേഷമുള്ളതാണ്, കോൾ ഓപ്ഷൻസ് ആണ്. 1 ഗ്രാം ഗോൾഡിന് വേണ്ടിയിട്ടുള്ളതാണ്. സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞാൽ 5000 രൂപയാണ്. ഇപ്പൊ കറന്റ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് 5000 രൂപയ്ക്കാണ്. What Malabar Gold basically saying is that if the gold price moves to any price above 5000 at the end of 1 year, Russia should sell the gold to Malabar at 5000 itself. Say it moves to 6000, gold price ഒരു വർഷത്തിന് ശേഷം 6000 ആയാൽ Malabar should still sell the gold at 5000 rupees. Malabar would still get the gold at 5000 rupees. But if the price is below 5000, say 4000, then Malabar will buy from the open market. Okay, ഇത്രയും മനസ്സിലായല്ലോ. അതായത് ഇപ്പൊ കറന്റ് നമ്മുടെ മാർക്കറ്റിലുള്ളത് 5000 രൂപയ്ക്കാണ്. ഇപ്പൊ 5000 രൂപയ്ക്കാണ്. നമ്മുടെ മലബാർ സ്ട്രൈക്ക് ചെയ്ത പ്രൈസ് അല്ലെങ്കിൽ എക്സർസൈസ് പ്രൈസ് എന്ന് പറയുന്നത്, സ്ട്രൈക്ക് പ്രൈസും എക്സർസൈസ് പ്രൈസും ഒന്നാണ്, 5000 രൂപയാണ്. ഇനി സ്പോട്ടിൽ ഒരു വർഷം കഴിഞ്ഞ് 5000ത്തിന് താഴെയാണ് ഈ പറയുന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ മലബാർ ഒരിക്കലും വരാൻ പോകുന്നില്ല, അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് മേടിക്കും. അതായത് ടിക്കറ്റിന്റെ പ്രൈസ് 100 രൂപയായാൽ 200 രൂപയ്ക്ക് ഞാൻ ടിക്കറ്റ് മേടിക്കാൻ പോകുന്നില്ല. അതേപോലെ ഓപ്ഷൻ ഈ പറയുന്ന ഗോൾഡിന്റെ പ്രൈസ് 4000 ആയാൽ ഞാൻ മലബാർ ഒരിക്കലും വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഓപ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ പേ ഓഫ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി 6000 ആയെന്ന് വെച്ചോളൂ. 6000 ഒരു വർഷത്തിന് ശേഷം ഗോൾഡിന്റെ പ്രൈസ് 6000 ആയാൽ ഉറപ്പായിട്ടും മലബാർ വരും. മലബാർ വന്നിട്ട് റഷ്യയോട് പറയും, 5000 രൂപ കൊടുത്തിട്ട് പറയും, നിങ്ങൾ എനിക്ക് 1 ഗ്രാം ഗോൾഡ് തരണമെന്ന് പറയും. അപ്പം 6000 രൂപയാണെങ്കിൽ ഇന്ന് 5000 രൂപയ്ക്ക് കിട്ടുന്ന ഗോൾഡ് മറിച്ച് വിറ്റാൽ മലബാറിന് 1000 രൂപ ഒറ്റടിക്ക് പോക്കറ്റിലിരിക്കും. സോ ആ ഓപ്ഷന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഓപ്ഷന്റെ പേ ഓഫ് എന്ന് പറയുന്നത് 1000 rupees ആണ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ റഷ്യ അടുത്താണ് ചെന്ന് പറഞ്ഞത് മലബാർ, നിങ്ങൾ എനിക്ക് ഓപ്ഷൻസ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം. സോ റഷ്യ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി മലബാറെ, നിങ്ങൾ ഇന്ത്യ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കസ്റ്റമർ ആണ്, അതുകൊണ്ട് നിനക്ക് ഞാൻ വിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു. കോൾ ഓപ്ഷൻ സെല് ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഇതുവരെയും ഓപ്ഷൻ പ്രീമിയത്തിനെ പറ്റി, അതായത് ആ ടിക്കറ്റ് മേടിച്ചപ്പോൾ, ആ ടിക്കറ്റിന്റെ ഓപ്ഷൻ മേടിച്ചപ്പം 50 രൂപ നമ്മൾ അഡ്വാൻസ് കൊടുത്തുള്ളൂ ഒരു മൂവി ഫാൻ. ആ സംഗതി നമ്മൾ ഇതുവരെയും റഷ്യ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇപ്പം 1 രൂപ പോലും മലബാർ റഷ്യക്ക് കൊടുത്തിട്ടില്ല, എന്നിട്ടും റഷ്യ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഈസ് ദ കോൾ ഓപ്ഷൻ സെല്ലർ. ഓക്കെ, കോൾ ഓപ്ഷൻ നമ്മൾ കുറച്ചു മുന്നേ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. കോൾ ഓപ്ഷൻ എപ്പോഴാണ് സെല് ചെയ്യേണ്ടത്? നിങ്ങളുടെ കയ്യിൽ അസറ്റ് ഉണ്ട്, നിങ്ങൾ അത് വിൽക്കാനും റെഡി ആണെങ്കിൽ മാത്രമേ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാവുള്ളൂ. As already discussed, it makes sense to sell the call option when you have the asset with you. Obviously, റഷ്യയാണ് ഇവിടുത്തെ കോൾ ഓപ്ഷൻ സെല്ലർ. റഷ്യയുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട്, റഷ്യയുടെ കയ്യിൽ ചുമ്മാ മൈൻ ചെയ്തെടുത്താൽ മതി, റഷ്യയുടെ കയ്യിൽ ഗോൾഡ് ഇരിപ്പുണ്ട്. സോ ഇറ്റ് മേക്സ് സെൻസ് ഫോർ റഷ്യ ടു സെൽ ദി കോൾ ഓപ്ഷൻ. ബട്ട് റഷ്യ ഈസ് നോട്ട് എ സില്ലി ഗൈ. റഷ്യ ഈ സ്വർണ്ണ വ്യാപാരം തുടങ്ങിയിട്ട് ഡെക്കേഡ്സ് ആയി, എത്രയോ വർഷങ്ങളായിട്ട് റഷ്യ ഈ ഗോൾഡ് വ്യാപാരം നടത്തുന്നു. അതായത് റഷ്യ ഈ ഗോൾഡിന്റെ പ്രൈസും ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ്സിനെ പറ്റിയുള്ള A to Z ഇൻഫോർമേഷൻ നമ്മുടെ റഷ്യയുടെ കയ്യിലുണ്ട്. അതായത് ആ പാസ്റ്റ് ഡേറ്റ എല്ലാം കൂടെ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയാൽ റഷ്യക്ക് വളരെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തിന് ശേഷം ഗോൾഡ് എത്ര രൂപയില് ഇടയ്ക്കായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും പാസ്റ്റ് ഡേറ്റ നോക്കിയിട്ട്. It can pinpoint how much the gold price will fluctuate in 1 year from the date the options agreement was signed. Options agreement സൈൻ ചെയ്തപ്പം ഗോൾഡിന് എത്ര രൂപയായിരുന്നു? 5000 രൂപ. ഓക്കെ, ഈ 5000 രൂപയാണ് ഇപ്പം പ്രൈസ് എങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഈ 5000 രൂപീസിൽ ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് എത്ര രൂപയ്ക്ക് ഇടയിൽ ട്രേഡ് ചെയ്യുമെന്ന് റഷ്യക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. By analyzing the past gold data, Russia comes to the conclusion that gold price will fluctuate anywhere between 4000 to 6000 in the next 1 year.
അതായത് റഷ്യ പറഞ്ഞ പോലെ പാസ്റ്റ് ഡേറ്റ എല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് അത് പറഞ്ഞു, ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പം 5000 രൂപയിലുള്ള ഗോൾഡ് ഒരു വർഷത്തിന് ശേഷം 4000 തൊട്ട് 6000 വരെ ഇടയ്ക്കുള്ള വാല്യൂസിൽ അത് എവിടെ വേണമെങ്കിലും വരും എന്ന് മനസ്സിലായി. റഷ്യ ഇരുന്ന് ആലോചിച്ചിട്ട് പറയുവാണ്, നമ്മൾ കുറച്ചു മുന്നേ കവേർഡ് കോൾ സെക്ഷനിൽ പറഞ്ഞിരുന്നു, ഇറ്റ് മേക്സ് person who sells or wishes to sell a call option must have the asset with them. കുഴപ്പമില്ല, റഷ്യയിൽ ഗോൾഡ് ഉണ്ട്. ദ റിസർച്ച്, അതായത് നമ്മുടെ വാറൻ ബഫറ്റിന്റെ റിസർച്ച് ആണ് പറഞ്ഞത് 2000 രൂപയ്ക്ക് കോൾ ഓപ്ഷൻ സെല് ചെയ്തോളാൻ. ഇവിടെ റിസർച്ചിന്റെ പ്രൈസ് അല്ല, ഇവിടെ എഗ്രിമെന്റ് ആണ് റഷ്യയോട് പറയുന്നത് 5000 രൂപയ്ക്ക് വിറ്റോളാൻ. ഓക്കെ, ഇപ്പോഴും ഗോൾഡിന്റെ പ്രൈസ് 5000 ആണ്, സ്പോട്ട് മാർക്കറ്റിൽ 5000 ആണ്. എഗ്രിമെന്റ് പറയുന്നതും 5000 രൂപയ്ക്ക് വിറ്റോളാനാണ്. പക്ഷെ അതുകൊണ്ട് റഷ്യക്ക് കുഴപ്പമൊന്നുമില്ല. ഐ ആം ഓക്കെ, എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്തു, ഇന്ത്യ എനിക്ക് വിലപ്പെട്ട കസ്റ്റമർ ആണ്, മലബാർ ഗോൾഡ് എനിക്ക് വിലപ്പെട്ട കസ്റ്റമർ ആണ്, അതുകൊണ്ട് 5000 രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ റെഡിയാണ്. അതിന്റെ മേലെ പ്രൈസ് പോയാലും എനിക്ക് നഷ്ടവും ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ലാഭവും ഇല്ല. ഐ എം ഓക്കെ ടു സെൽ അറ്റ് 5000 റുപ്പീസ്. ഇപ്പം കറന്റ് സ്പോട്ട് പ്രൈസ് 5000 രൂപയാണ്. അപ്പം അതായത് റഷ്യക്ക് ഇപ്പം വേണമെങ്കിലും വിൽക്കാം. റിസർച്ച് പറഞ്ഞത് വാറൻ ബഫറ്റിനോട് 2000 രൂപയ്ക്ക് വിൽക്കാനാണ്. ഇവിടെ എഗ്രിമെന്റ് പറയുന്നതും 5000 രൂപയ്ക്ക് വിറ്റോളാനാണ്. ഇപ്പം കറന്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതും 5000 രൂപയ്ക്കാണ് ഗോൾഡ്. അതായത് റഷ്യക്ക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിലും വിൽക്കാം. പക്ഷെ റഷ്യ ഒരു നല്ലൊരു ബിസിനസ്മാൻ ആണ്. റഷ്യ ഇങ്ങനെ ആലോചിച്ചു, ഒരു വർഷത്തിന് ശേഷം ഗോൾഡ് 6000 രൂപ ആയാൽ ഉറപ്പായിട്ടും മലബാർ വന്ന് എൻ്റെ അടുത്ത് ഗോൾഡ് 1 ഗ്രാം ഗോൾഡ് ചോദിക്കും. സോ എനിക്ക് അത് കൊടുത്തേ പറ്റത്തുള്ളൂ. സോ ഇൻസ്റ്റെഡ് ഓഫ് സെല്ലിംഗ് ദ 1 gram ഓഫ് ഗോൾഡ് നൗ ഫോർ 5000 റുപ്പീസ്, അതായത് ഇപ്പം വേണമെങ്കിൽ 5000 രൂപയ്ക്ക് വിൽക്കാം, കാരണം എഗ്രിമെന്റിലും 5000 രൂപയ്ക്ക് വിറ്റോളാം എന്നാണ് എഗ്രിമെന്റിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ റഷ്യ അത് മാറ്റിവെച്ചു. അതായത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒരിടത്ത് റഷ്യയുടെ കയ്യിൽ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത എഗ്രിമെന്റ് ഉണ്ട്. അത് കൂടാതെ ഈ പറയുന്ന മലബാർ ഒരു വർഷം കഴിഞ്ഞ് വന്നാലോ എന്ന് ഭയന്നിട്ട് 1 ഗ്രാം ഗോൾഡും ഇപ്പം റഷ്യ മാറ്റി വെക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് റഷ്യയുടെ കയ്യിലുള്ളത്. ഒന്ന്, ഒരു വർഷത്തിന് ശേഷം മലബാറിന് കൊടുക്കാനുള്ള 1 ഗ്രാം ഗോൾഡ് ഉണ്ട്, പിന്നെ കോൾ ഓപ്ഷന്റെ എഗ്രിമെന്റും ഉണ്ട്. ഇതാണ് റഷ്യയുടെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പം ഞാൻ പോർട്ട്ഫോളിയോ എന്ന് പറയും. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഈ രണ്ട് സംഗതികളാണ്. ഇന്ന് മാറ്റി വെച്ചിരിക്കുന്ന 1 ഗ്രാം ഗോൾഡും പിന്നെ റഷ്യയുടെ കയ്യിലിരിക്കുന്ന കോൾ ഓപ്ഷന്റെ എഗ്രിമെന്റുമാണ്. ഞാൻ പറഞ്ഞു, ടിക്കറ്റിന്റെ വാല്യൂ ഏത് സിനിമയുടെ ഏത് ഫിലിം സ്റ്റാറിന്റെ ടിക്കറ്റ് ആണ് വരുന്നത്, ഫിലിം സ്റ്റാറിന്റെ ഫിലിം ആണ് വരുന്നതെന്നനുസരിച്ച് ടിക്കറ്റിന്റെ വാല്യൂ മാറും. അതേപോലെ ഗോൾഡിന്റെ പ്രൈസ് എങ്ങോട്ടാണ് ട്രേഡ് ചെയ്യുന്നതെന്നനുസരിച്ച് ഈ കോൾ ഓപ്ഷന്റെ വാല്യൂയും മാറും. ഓക്കെ, നിങ്ങൾ അത് മനസ്സിൽ വെച്ചിരിക്കുക. ഈ പറയുന്ന റഷ്യ ഈ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ച് കോൾ ഓപ്ഷനും സെല്ല് ചെയ്യുമ്പോഴത്തേക്കിനും ഹി ഈസ് ടേക്കിംഗ് ഓൺ എ ഹ്യൂജ് റിസ്ക്. ഈ റിസ്ക്കും റിട്ടേൺസിനെ പറ്റിയൊക്കെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്തിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം, വെയിറ്റ് ചെയ്യും, അതിലേക്ക് വരാം. If the price of the gold at the end of 1 year is 6000, Malabar would come to Russia as expected, gives Russia 5000 rupees and asks for 1 gram of gold. അതായത് മലബാർ 6000 രൂപയായി, ഗോൾഡിന്റെ പ്രൈസ് 6000 രൂപയായി. ആസ് എക്സ്പെക്ടഡ് മലബാർ വുഡ് കം ടു റഷ്യ. എന്നിട്ട് 5000 രൂപ എടുത്ത് റഷ്യക്ക് കൊടുത്തിട്ട് പറയും, അണ്ണാ നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞത് 5000 രൂപയ്ക്ക് 1 ഗ്രാം ഗോൾഡ് തരാന്നാണ്, സോ തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ റഷ്യക്ക് പ്രശ്നമൊന്നുമില്ല. റഷ്യ ഓൾറെഡി ഇവിടെ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചിട്ടുണ്ട്. ആ 1 ഗ്രാം ഗോൾഡ് എടുത്ത് നമ്മുടെ അണ്ണൻ അങ്ങ് കൊടുക്കും. പക്ഷെ റഷ്യക്ക് വിഷമമൊന്നുമില്ല 6000 രൂപയിലുള്ള ഗോൾഡ് 5000 രൂപയ്ക്ക് കൊടുത്തതിൽ. കാരണം ഞാൻ ഓൾറെഡി എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ്. സോ എനിക്ക് നഷ്ടവും ഇല്ല ലാഭവും ഇല്ല. ഞാൻ 5000 രൂപയ്ക്ക് ഗോൾഡ് അങ്ങ് എടുത്ത് കൊടുത്തു, 1 ഗ്രാം ഗോൾഡ് അങ്ങ് കൊടുത്തു. Do note that if he had sold the 1 gram in the market, he would have got 6000 രൂപ. അതായത് 6000 രൂപ ഉള്ളപ്പോഴാണ് മലബാർ വരുന്നത്. റഷ്യ അത് ഓപ്പൺ മാർക്കറ്റിൽ വിറ്റിരുന്നെങ്കിൽ 6000 രൂപ കിട്ടുമായിരുന്നേ. പക്ഷെ റഷ്യക്ക് പ്രശ്നമൊന്നുമില്ല. They are okay with selling the gold at whatever the price is. Why? Because it has exactly the matching asset with them to hand over. അതായത് നമ്മുടെ വാറൻ ബഫറ്റ് 2000 രൂപയ്ക്ക് സ്റ്റോക്ക് വിൽക്കാൻ റെഡി ആയിരുന്നു. അതിന് വിഷമവും ഇല്ല, കാരണം എന്തായാലും അത് വിൽക്കാനിരിക്കുമായിരുന്നു.
പുള്ളിക്കാരൻ്റെ കയ്യിൽ അസറ്റും ഉണ്ട്, സ്റ്റോക്കും ഉണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല, അതങ്ങ് വിൽക്കുന്നു. അതേപോലെയാണ് ഇവിടെ റഷ്യയുടെ അവസ്ഥ. നൗ കംസ് ദി ഓപ്പോസിറ്റ് പാർട്ട്. ഒരു വർഷം കഴിഞ്ഞു, ഓക്കെ, ഒരു വർഷത്തിന് ശേഷം ഗോൾഡ് പ്രൈസ് 4000 രൂപയിലെത്തി. ഈ മലബാർ ആ സമയത്ത് 4000 രൂപ എത്തിയാൽ മലബാർ വരുമോ? ഒരിക്കലും വരത്തില്ല. കാരണം അത് മലബാർ നോക്കുമ്പോൾ ഞാൻ ഓപ്പൺ മാർക്കറ്റിൽ പോയാൽ എനിക്ക് 4000 രൂപയ്ക്ക് ഗോൾഡ് കിട്ടും. പിന്നെ ഞാൻ ഇതിന് 5000 രൂപയ്ക്ക് റഷ്യയുടെ കയ്യിൽ നിന്ന് ഗോൾഡ് മേടിക്കുന്നതെന്ന് ആലോചിക്കും. റഷ്യ which had a chance to sell the gold for 5000 rupees as per what the agreement said, മലബാറിന് വേണ്ടിയിട്ട് അവൻ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചതാണ്. അവന് വേണമെങ്കിൽ 5000 രൂപയ്ക്ക് ഗോൾഡ് വിൽക്കാമായിരുന്നു. അവന്റെ എഗ്രിമെന്റ് പ്രകാരം 5000 രൂപയ്ക്ക് ഗോൾഡ് വിൽക്കാമായിരുന്നു. പക്ഷെ മലബാറിന് വേണ്ടിയിട്ട് അവൻ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചതാണ്. അവസാനം 4000 രൂപയായപ്പം ഈ ചെറ്റകളൊട്ട് വന്നതുമില്ല. അതായത് 5000 രൂപയ്ക്ക് വിൽക്കാവുന്ന സാധനം ഇപ്പം അവന് 4000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ളൂ. മലബാർ വന്നില്ല. പിന്നെ ഞാൻ എന്തിനാ ഈ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെക്കുന്നതെന്ന് ആലോചിച്ച് അത് അവൻ മാർക്കറ്റിൽ എടുത്ത് വിൽക്കാൻ പോയപ്പോൾ അവന് 1000 രൂപയുടെ നഷ്ടവും വന്നു. ഓപ്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സിലെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇങ്ങനൊരു അൺസർട്ടനിറ്റി ഉണ്ട്. ഒരിടത്ത് നമുക്ക് ഒരു ലാഭവും ഇല്ല, നഷ്ടവും ഇല്ലാത്ത അവസ്ഥയും, ഇനി മറ്റടുത്താണെങ്കിൽ ഒറ്റയടിക്ക് 1000 രൂപയുടെ നഷ്ടവും ഒരു ഓപ്പർച്യൂണിറ്റി ലോസും വന്നു. അതായത് വളരെ അൺസർട്ടൻ ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട്. 0 to no profit no loss തൊട്ട് -1000 റുപ്പീസിന്റെ ലോസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വർഷത്തിന് ശേഷം, ഇത് ഒരു വർഷത്തിന് ശേഷമുള്ള സംഭവമാണ്, യു ക്യാൻ എൻഡ് അപ്പ് ഇൻ എനി വൺ ഓഫ് ദിസ് സിറ്റുവേഷൻ. അതായത് ഈ അൺസർട്ടൻ സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ സർട്ടൻ, ഇത് അൺസർട്ടൻ ആണ്. അതായത് നിങ്ങൾക്ക് ഉറക്കം പോകും. നിങ്ങൾ ഇന്ന് ഈ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കിടക്കാൻ പോകുമ്പോഴെല്ലാം ഇങ്ങനെ ആലോചിക്കുമായിരിക്കും, ഓ മൈ ഗോഡ്, ഒരു വർഷം കഴിയുമ്പോൾ ഗോൾഡ് എങ്ങോട്ട് പോവും, എങ്ങോട്ട് വരും, എന്റെ പ്രോഫിറ്റ് എത്ര ആവും, എന്റെ ലോസ് എത്ര ആവും, ഇങ്ങനെ കിടന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അതായത് എനിക്ക് ഉറക്കം കിട്ടത്തില്ല. എടാ, എനിക്ക് നഷ്ടം ഉണ്ടായിക്കോട്ടെ ലാഭം ഉണ്ടായിക്കോട്ടെ, എനിക്കൊരു ഫിക്സഡ് വാല്യൂ അറിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലേ. എനിക്ക് 500 രൂപ നഷ്ടമേ വരുള്ളൂ. 500 രൂപ നഷ്ടം തന്നെയാണ്. പക്ഷെ 500 രൂപ നഷ്ടം വരും എന്ന് എനിക്ക് നേരത്തെ അറിയാമെങ്കിൽ എനിക്ക് ഉറക്കം സുഖമായിട്ട് കിട്ടും. നഷ്ടം വന്നോട്ടെ, പക്ഷെ എനിക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും. കാരണം 500 രൂപയുടെ മേലെ പോവോ 500 രൂപയുടെ താഴെ വരുമോ എന്നൊന്നും എനിക്ക് അവസ്ഥ ഒരു വിഷമം വരുന്നില്ല. അതായത് ഈ അൺസർട്ടൻ സിറ്റുവേഷനെ എനിക്ക് എങ്ങനെയെങ്കിലും സെർട്ടൻ സിറ്റുവേഷൻ ആക്കി മാറ്റണം. അതായത് നിങ്ങളൊരു ഇപ്പൊ ഞാനൊരു ഗേളിന്റെ അടുത്ത് പോയിട്ട് പ്രപ്പോസ് ചെയ്താൽ ഒന്നെങ്കിൽ അവൾക്ക് യെസ് പറയാം, അല്ലെങ്കിൽ അവൾക്ക് നോ എന്ന് പറയാം. എന്റെ ഉറക്കം കളയുന്നതെന്ന് വെച്ചാൽ ഇഫ് ഷീ ഗിവ്സ് മീ ദ സൈലൻസ് ട്രീറ്റ്മെന്റ്. അതായത് യെസ് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ കട്ടിലേക്ക് പോയി കിടന്ന് ഉറങ്ങും രാത്രി. നോ പറഞ്ഞാൽ എനിക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ കുഴപ്പമില്ല, ഞാൻ അടുത്ത പെണ്ണിനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അന്നും എനിക്ക് ഉറക്കം കിട്ടും. ഇവൾ ഈ സൈലൻസ് ട്രീറ്റ്മെന്റ് തന്നാലാണ് എനിക്ക് ഉറക്കവേ കിട്ടത്തില്ല. ഇവള് യെസ് പറയുവോ നോ പറയുവോ, എനിക്ക് എന്താ പറയാ, ഞാൻ വല്ല തെറ്റും ചെയ്തോ, ഒന്നും എനിക്ക് ഒരു സമാധാനവും ഇല്ല. അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ട് ഒരു യെസ്സോ നോ അറിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് റഷ്യക്ക്. എനിക്ക് ഒന്നെങ്കിൽ 1000 രൂപ നഷ്ടം വന്നോട്ടെ, അല്ലെങ്കിൽ നഷ്ടവും ഇല്ല ലാഭവും ഇല്ലാത്ത അവസ്ഥ വന്നോട്ടെ, പക്ഷെ ഇതിൽ എവിടെ വരും എന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അതായത് ഞാനൊരു ഹ്യൂജ് റിസ്ക് ആണ് എടുത്തത്. റിസ്ക് 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 എന്നും പറഞ്ഞ് കുറെ നേരമായിട്ട് ഞാൻ പറയുന്നു അല്ലേ. എന്താണ് ഈ റിസ്ക് എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സസിൽ എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മൾ അവിടുത്തെ റിസ്ക്കും റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സും നോക്കിയിട്ടാണ് ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഈ റിസ്ക്? ഒരു ഫൈനാൻസിൽ എന്താണ് ഈ റിസ്ക് എന്ന് പറയുന്നത്? റിസ്ക് എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ ടേംസിൽ റിസ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. റിസ്ക് റിട്ടേൺ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിട്ടേൺസ് എന്താണ്? ഒബ്വിയസ്ലി ഒരു വർഷത്തിന് ശേഷം എത്രയായിരിക്കും നിങ്ങൾക്ക് ആ പറയുന്ന, നിങ്ങളിപ്പോ 1 കോടി രൂപ ഇട്ടാൽ ഒരു വർഷത്തിന് ശേഷം അത് 1.5 കോടി ആയാൽ അതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 50%, വേറൊരിടത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ 1 കോടി 1 crore 30 lakhs ആവുന്നുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺസ് 30% ആണ്. സോ വെറും റിട്ടേൺസ് മാത്രം നോക്കിയിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഹൈ റിട്ടേൺസ് ആയിട്ടുള്ള 50%-ൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് 2 ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. ഇത് പെർ ഇയർ തരുന്ന ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്ന 15%-ഉം ഈ ഇൻവെസ്റ്റ്മെന്റ് ബി തരുന്നത് പെർ ഇയർ ആവറേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് 10%-ഉം ആണ്.
ഇനി നിങ്ങൾ ഈ വെറും ഈ റിട്ടേൺസ് മാത്രം, ആവറേജ് റിട്ടേൺസ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഹൈ റിട്ടേൺസ് ആയിട്ടുള്ള 15% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ നിങ്ങൾ ആ ഓരോ വർഷത്തെയും പ്രീവിയസ് ഇയേഴ്സിന്റെ റിട്ടേൺസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ ചില വർഷങ്ങളിൽ ഇത് ഹ്യൂജ് റിട്ടേൺസ് ആയിട്ടുള്ള 45% തരും, ചില സമയത്ത് ഇത് -10% റിട്ടേൺസും തരും. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് ബിയിലേക്ക് നോക്കിയേ, കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വർഷവും അത് 10% റിട്ടേൺസ് തന്നുകൊണ്ടിരിക്കുകയാണ്. കൺസിസ്റ്റന്റ്, ഒരു മാറ്റവും ഇല്ല. മേ ബി ഇത് ബാങ്കിലെ FD ആയിരിക്കാം, ബട്ട് നൺ ദ ലെസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് 10% റിട്ടേൺസ് തന്നിരിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ്, -10 തൊട്ട് 45% വരെ ഇത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിട്ടേൺസ് ഒരു വർഷം അടുത്ത വർഷം ഏത് റിട്ടേൺസ് തരുമെന്ന് ഒരുറപ്പുമില്ല. അതായത് ഞാൻ ഇവിടെ 1 കോടി രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത വർഷം ഞാൻ അത് പിൻവലിക്കാൻ പോകുകയാണെങ്കിൽ എനിക്ക് ഒരു ഉറപ്പുമില്ല അത് ഏത് പെർസെന്റേജിലായിരിക്കും ആ റിട്ടേൺസ് വരാൻ പോകുന്നത്. കാരണം ഹ്യൂജ് ഫ്ലക്ച്വേഷൻ ആണല്ലേ ഇവിടെ വരുന്നത്. അതേസമയം ഞാൻ ഇവിടെ 1 കോടി രൂപ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് വിത്ത് ഹൈ പ്രോബബിലിറ്റി എനിക്ക് പറയാൻ പറ്റും എന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് 10%ഓ അതിന് അടുത്തുള്ള റിട്ടേൺസോ ആയിരിക്കുമെന്ന് വളരെ ഹൈ പ്രോബബിലിറ്റിയിൽ എനിക്ക് ഇവിടെ കൺഫേം ചെയ്യാൻ പറ്റും. അതായത് ഈ റിസ്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്ലക്ച്വേഷൻ ഉണ്ടല്ലോ, എത്ര പെർസെന്റേജ് തൊട്ട് എത്ര പെർസെന്റേജ് അല്ലെങ്കിൽ എത്ര വാല്യൂ തൊട്ട് എത്ര വാല്യൂ വരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു എന്നുള്ള ഈ ടേമിനെയാണ് നമ്മൾ ഫൈനാൻസിൽ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതിനാണ് റിസ്ക് കൂടുതൽ? ഈ ഒബ്വിയസ്ലി ഇതിനാണല്ലേ റിസ്ക് കൂടുതൽ. ഈ -10 to 45 വരെ ഇടയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ട്? 55 വാല്യൂസ് ഉണ്ടല്ലേ. ഈ 55 വാല്യൂസിൽ എവിടെ വേണമെങ്കിലും നിങ്ങളുടെ റിട്ടേൺസ് അടുത്ത വർഷം വരാം. അതായത് ഇതിന്റെ ഫൈനാൻഷ്യലി പറഞ്ഞാൽ ഇതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് 55 ആണ്. ഇവിടുത്തെ സ്പ്രെഡ് എന്ന് വെച്ചാലോ 0 ആണ്. എല്ലാ വർഷവും കൺസിസ്റ്റന്റ് ആയിട്ട് അത് 10% തന്നിരിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ വേരി, ഇറ്റ് റിട്ടേൺസ് വേരി ഹിസ്റ്റോറിക്കലി ബിറ്റ്വീൻ 10% to 10%. സോ ഈ 10ഉം 10ന്റെ ഇടയ്ക്ക് എത്ര വാല്യൂസ് ഉണ്ട്? ഒരു വാല്യൂ ഇല്ല, 0 ആണ്. അതിന്റെ സ്പ്രെഡ് എന്ന് വെച്ചാൽ 0 ആണ്. ഇവിടെ സ്പ്രെഡ് എന്ന് വെച്ചാൽ 55 ആണ്. അതായത് ഫ്ലക്ച്വേഷൻ കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ റിസ്കും കൂടി വരും. ഇതിനെയാണ് ഫൈനാൻസിൽ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെ റിട്ടേൺസ് നിങ്ങൾക്ക് കൂടുതലാണെങ്കിലും ഇവിടുത്തെ റിസ്കും അതേപോലെ നിങ്ങൾക്ക് കൂടുതലാണ്. ഇവിടുത്തെ റിട്ടേൺസ് നിങ്ങൾക്ക് കുറവായിരിക്കാം, പക്ഷെ അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത് 0 ആണ്. അതായത് അവിടുത്തെ ഫ്ലക്ച്വേഷൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതായത് ഒരു റിസ്കി അസറ്റിനെ ഒരു റിസ്ക് ഫ്രീ അസറ്റ് ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഹൈ പ്രോഫിറ്റ് ഗ്യാരണ്ടി ചെയ്യുകയോ ഹൈ ലോസ് ഗ്യാരണ്ടി ചെയ്യുകയോ അങ്ങനെ ഒന്നുമില്ല. പ്രോഫിറ്റ് ലോസിന്റെ സംസാരമേ അവിടെ വരുന്നില്ല. ഒരു റിസ്കി അസറ്റ്, ഈ പോലത്തെ റിസ്കി അസറ്റിനെ റിസ്ക് ഫ്രീ അസറ്റ് ആക്കി മാറ്റുക എന്ന് വെച്ചാൽ ഈ പറയുന്ന ഫ്ലക്ച്വേഷനെ ഇല്ലാണ്ടാക്കുക, ഫ്രീ ആക്കുക. അതിനെയാണ് നമ്മൾ റിസ്ക് ഫ്രീ അസറ്റ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു മേക്ക് ആൻ അസറ്റ് റിസ്ക് ഫ്രീ എന്ന് വെച്ചാൽ ഈ ഫ്ലക്ച്വേഷൻസിനെ ഇല്ലാണ്ടാക്കി ആ സ്പ്രെഡ് 0 ആക്കുന്നതിനെയാണ് നമ്മൾ ഫൈനാൻസിൽ റിസ്ക് ഫ്രീ അസറ്റ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് റിസ്ക് ഫ്രീ അസറ്റ് ആകുമ്പോഴത്തേക്കും അവിടുത്തെ റിട്ടേൺസ് കുറവായിരിക്കും. അതിനെ പറ്റി നമ്മൾ ബാധകമല്ല. ഇവിടുത്തെ പ്രോഫിറ്റ് ലോസിനെ പറ്റി നമ്മൾ നോക്കുന്ന പോലും ഇല്ല. ജസ്റ്റ് ആ ഫ്ലക്ച്വേഷൻസിനെ മാത്രമേ നമ്മൾ ഡീൽ ചെയ്യുന്നുള്ളൂ. ഓപ്ഷൻസ് പ്രൈസിംഗിൽ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ റഷ്യയുടെ അവസ്ഥ എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് എന്താണ് അവിടെ കണ്ടത്? ഒന്നെങ്കിൽ റഷ്യക്ക് ഒരു പ്രോഫിറ്റും ഒരു ലോസും ഇല്ലാത്ത ഒരു അവസ്ഥയും, പിന്നെ അല്ലെങ്കിൽ -1000 ഉള്ള ലോസിലേക്കും വരുവാണ്. അതായത് ഇവിടുത്തെ സ്പ്രെഡ് എന്ന് വെച്ചാൽ എന്താണ്? 1000 ആണല്ലേ ഇവിടുത്തെ സ്പ്രെഡ്. അല്ലെങ്കിൽ ഇവിടുത്തെ റിസ്ക് ഹ്യൂജ് റിസ്ക് ആണ്. സോ റഷ്യ എടുത്തിരിക്കുന്നത് ഒരു ഹ്യൂജ് റിസ്ക് ആന്ന് പറഞ്ഞപ്പം എന്താണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നത്? അതിന് ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ വാല്യൂ 0യോ -1000 ആയി മാറും, ഹ്യൂജ് ആയിട്ട് മാറും. A risk, as we will see in the upcoming chapters, is a measure of how much an asset's price will fluctuate. An asset which will move between 99 rupees and 100 rupees in 1 year is less riskier than an asset that fluctuates between 50 rupees and 150 rupees. Therefore, making an asset or a portfolio risk-free
doesn't mean guaranteeing a profit. It just means reducing the fluctuation of the value or the payoff. Here the portfolio, ഞാൻ പറഞ്ഞു റഷ്യയുടെ കയ്യിലിരിക്കുന്ന പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ ഒന്ന് ആ കോൾ ഓപ്ഷൻ, റഷ്യ വിറ്റ കോൾ ഓപ്ഷനും പിന്നെ ആ അണ്ടർലൈൻ അസറ്റിനുമാണ്. ഗോൾഡ്, 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചല്ലോ, ആ ഗോൾഡിനും കൂടെ ചേരുമ്പോഴാണ് അതിനെ പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. റഷ്യയുടെ കയ്യിലിരിക്കുന്ന പേ ഓഫിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് ദേ നോക്കിക്കേ, 6000 രൂപയിലേക്ക് എത്തുമ്പോഴത്തേക്കിനും അതിന്റെ പേ ഓഫ്, മലബാർ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പേ ഓഫ് എന്ന് പറയുന്നത് 1000 rupees ആണ്. ഗോൾഡ് 1000 എത്തിയാൽ 4000 എത്തിയാൽ മലബാർ ഗോൾഡ് വരാൻ പോകുന്നില്ല. അതായത് ഇവിടുത്തെ പേ ഓഫ് എന്ന് പറയുന്നത് 0 ആണ്. പ്രൈസ്, ഗോൾഡ് പ്രൈസിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് 2000-ഉം നമ്മുടെ പേ ഓഫിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് 1000-ഉം ആണ്. റഷ്യ 1 ഗ്രാം ഗോൾഡ് ആണ് മാറ്റി വെച്ചിട്ടുള്ളത്. ഓക്കെ, എപ്പോഴാണോ റഷ്യ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തത്, ഓൺ ദ സ്പോട്ട് തന്നെ റഷ്യ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചു. ഓക്കെ, 5000-ന് മേലെ പോവാണ് റഷ്യ. നമ്മുടെ മലബാർ ഗോൾഡ് വന്നിട്ട് 6000 രൂപ എത്തിയപ്പോൾ മലബാർ ഗോൾഡ് വന്ന് റഷ്യയോട് 5000 രൂപയ്ക്ക് ഗോൾഡ് ചോദിച്ചു. റഷ്യക്ക് ഒരു പ്രശ്നമില്ല, റഷ്യ എടുത്തു കൊടുത്തു. അവിടെ റഷ്യക്ക് പ്രത്യേകിച്ച് നഷ്ടവും വരുന്നില്ല, ലാഭവും വരുന്നില്ല. ഇനി 4000 രൂപയാണെങ്കിലോ മലബാർ ഗോൾഡ് വരുവാണെങ്കിൽ 1000 രൂപയുടെ നഷ്ടമാണ് റഷ്യക്ക് സംഭവിക്കാൻ പോകുന്നത്. കാരണം 1 ഗ്രാം ഗോൾഡ് 5000 രൂപയ്ക്ക് വിൽക്കാവുന്നതാണ് മാറ്റി വെച്ചത്. 1 ഗ്രാം ഗോൾഡ് ഇവിടെ മാറ്റി വെക്കുമ്പോൾ എത്ര രൂപ റഷ്യ ചെലവാക്കിയത്? 5000 രൂപയാണ് ഇവിടെ ചെലവാക്കിയത്. അതേസമയം 4000 രൂപ ആയപ്പോഴത്തേക്കിന് മലബാർ വന്നില്ല. ആ 5000 രൂപയ്ക്ക് മാറ്റി വെച്ച ഗോൾഡ് റഷ്യക്ക് ഇപ്പം 4000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ളൂ. അതായത് 1000 രൂപയുടെ നഷ്ടം വന്നു. അതായത് നോ ഗെയിൻ നോ ലോസ് തൊട്ട് -1000 റുപ്പീസിന്റെ ലോസ്. അതായത് നമ്മുടെ ഹൈ റിസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ഹൈ ഫ്ലക്ച്വേഷൻ, ഹൈ റിസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തി. അപ്പൊ റഷ്യക്ക് ഉറക്കം പോവും എന്ന് റഷ്യക്ക് ഉറപ്പായി. എങ്ങനെ എന്റെ ഉറക്കം സമാധാനപരമാക്കാം, എങ്ങനെ ഈ ഫ്ലക്ച്വേഷനെ ഇല്ലാണ്ടാക്കാം എന്നതിനെ പറ്റി റഷ്യ ഇരുന്ന് ആലോചിച്ചപ്പം റഷ്യ പറഞ്ഞു, ഞാൻ 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചാലല്ലേ എനിക്ക് ഈ 1000 രൂപ നഷ്ടവും നോ ഗെയിൻ നോ ലോസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇവിടുത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് 1000-ലേക്ക് വരുന്നുള്ളൂ. വാട്ട് ഇഫ് ഞാൻ 1 ഗ്രാം ഗോൾഡ് അല്ല മാറ്റി വെക്കുന്നതെങ്കിലോ, ഞാൻ 0.9 ഗ്രാം ഗോൾഡ് ആണ് മാറ്റി വെച്ചിരിക്കുന്നതെന്ന് വെച്ചോളൂ. 0.9 ഗ്രാം ഗോൾഡ് ഇന്നത്തെ ദിവസം മാറ്റി വെക്കുമ്പം 0.9 ഗ്രാം ഗോൾഡിന് എത്ര രൂപയാണ്? 4500 രൂപ റഷ്യ ചെലവാക്കി 0.9 ഗ്രാം ഗോൾഡ് ഇന്ന് മാറ്റി വെക്കുവാണ്. റഷ്യയുടെ കയ്യിൽ നിന്ന് ചെലവായത് 4500 രൂപയാണ്. മറ്റടുത്ത് 5000 രൂപയാണ് ചെലവായത് 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചിരുന്നത്. സോ 5000 രൂപ എത്തിയപ്പോഴത്തേക്കിനും 6000 രൂപ എത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ മലബാറിലെ അണ്ണന്മാര് വന്നിട്ട് പറഞ്ഞു, റഷ്യ ദാ പിടി 5000, നിങ്ങൾ പ്രോമിസ് ചെയ്ത 1 ഗ്രാം ഗോൾഡ് എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോ ഉണ്ടടാ റഷ്യയുടെ കയ്യിൽ 1 ഗ്രാം ഗോൾഡ് ഇല്ല. റഷ്യയുടെ കയ്യിൽ ഇപ്പൊ എത്ര ഗോൾഡാ ഉള്ളത്? 0.9 ഗ്രാം ഗോൾഡ് ആണല്ലേ ഉള്ളത്. അപ്പം റഷ്യ പറഞ്ഞു, അണ്ണാ എന്റെ കയ്യിൽ 1 ഗ്രാം ഗോൾഡ് ഇല്ല. അപ്പം മലബാർ എന്ത് പറഞ്ഞു, അതൊന്നും എനിക്ക് പറഞ്ഞാൽ പറ്റത്തില്ല, നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തതാണ്, ഇന്നാ പിടി എന്റെ 5000, നിങ്ങൾ എനിക്ക് ഇപ്പം 1 ഗ്രാം ഗോൾഡ് തന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞു മലബാർ അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം റഷ്യ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ സ്പോട്ട് മാർക്കറ്റിൽ പോയി ഗോൾഡ് 1 ഗ്രാം ഗോൾഡ് മേടിച്ചാൽ എത്ര രൂപയാ നിനക്ക് ആവാൻ പോകുന്നത്? 6000 രൂപയാണ്. ഞാൻ നിനക്ക് ഗോൾഡ് വിൽക്കാമെന്ന് പറഞ്ഞത് 5000 രൂപയ്ക്കാണ്. അതായത് നിനക്ക് എക്സ്ട്രാ 1000 രൂപ ചെലവാകും. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ 1000 നിനക്ക് അങ്ങ് തരാം, അങ്ങോട്ട് തരാമെന്ന് റഷ്യ പറഞ്ഞു. അപ്പൊ മലബാർ അടങ്ങി. മലബാർ പറഞ്ഞു ശരി 1000 രൂപ തരാൻ പറഞ്ഞിട്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് 1000 രൂപയും മേടിച്ചുകൊണ്ട് മലബാർ അങ്ങ് പോയി. അപ്പൊ റഷ്യക്ക് വരുന്ന മൊത്തത്തിലുള്ള നഷ്ടം എത്രയായി? 0.9 ഗ്രാം ഗോൾഡ് 5000 രൂപയ്ക്കാണ് ഇവിടെ മാറ്റി വെച്ചത്. ആ 0.9 ഗ്രാം ഗോൾഡ് ഇപ്പോഴും റഷ്യയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ 0.9 ഗ്രാം ഗോൾഡ് ഇപ്പം റഷ്യയുടെ കയ്യിൽ ഇരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 6000 ആയി സ്പോട്ട് പ്രൈസ്. കാരണം ഇത് 1 ഗ്രാം ഗോൾഡ് ഉണ്ടെങ്കിലേ എനിക്ക് മലബാറിന് കൊടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ എനിക്ക് മലബാറിന് കൊടുക്കാൻ പറ്റിയില്ല, അതിപ്പോഴും എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. സോ അതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ 6000 രൂപയ്ക്ക് 0.9 ഗ്രാം ഗോൾഡ് 5400 റുപ്പീസ് ആയിട്ടുണ്ട്. സോ 5400 എന്റെ കയ്യിലിരിക്കുകയും അതിന്ന് -1000 ഞാൻ നമ്മുടെ മലബാറിന് കൊടുത്തപ്പോൾ മൊത്തത്തിൽ എനിക്ക് 4400 രൂപയാണ് എന്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ. ഞാൻ പറഞ്ഞു പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാ ഉള്ളത്? ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത എഗ്രിമെന്റും നമ്മുടെ
0.9 ഗ്രാം ഗോൾഡ്, എത്ര ഗോൾഡ് മാറ്റി വെക്കുന്നു എന്നുള്ളതാണ് ആ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ എന്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 4400 രൂപയായിട്ടുണ്ട്. ഇനി 4000 രൂപയായി, നമ്മുടെ ഗോൾഡ് പ്രൈസ് വന്നിട്ട് 4000 രൂപയായി. 4000 രൂപയായപ്പോഴത്തേക്കിനും മലബാർ ഗോൾഡ് വരാൻ പോകുന്നില്ല. മലബാർ ഗോൾഡ് വരാത്ത പക്ഷം ഞാൻ 4500 രൂപയ്ക്ക് മാറ്റി വെച്ച 0.9 ഗ്രാം ഗോൾഡ് ഇന്ന് 3600 റുപ്പീസ് ആയിട്ടുണ്ട്. സോ 3600ഉം 4400ഉം തമ്മിലുള്ള അതായത് ആ സ്പ്രെഡ് എന്ന് പറയുന്നത് ഒരിടത്ത് -900 റുപ്പീസിന്റെ ലോസും ഒരിടത്ത് -100 റുപ്പീസിന്റെ ലോസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അല്ലെ. അതായത് ഈ സ്പ്രെഡ് എന്ന് പറയുന്നത് 4400 തൊട്ട് 3600 വരെയുള്ള സ്പ്രെഡ് എന്ന് വെച്ചാൽ 800 രൂപയിലേക്ക് ഞാൻ എത്തിച്ചേർത്തിട്ടുണ്ട്. മറ്റടുത്ത് സ്പ്രെഡ് 1 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചാൽ എനിക്ക് റിസ്ക് എന്ന് വെച്ചാൽ 0 to 1000 ആണ്. ഇവിടെ ഞാൻ 800 രൂപയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് പോയാൽ -100ന്റെ ലോസും ഒരു സൈഡിലേക്ക് പോയാൽ -900 റുപ്പീസിന്റെ ലോസും എത്തിയിട്ട് സ്പ്രെഡ് ഞാൻ എന്ത് ചെയ്തു, 800 റുപ്പീസിലേക്ക് കൊണ്ടുവച്ചു. അപ്പൊ റഷ്യ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എന്റെ അസറ്റ്, എന്റെ പോർട്ട്ഫോളിയോ റിസ്ക് ഫ്രീ ആക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, റഷ്യ പിന്നെയും 0.9 ഗ്രാം അല്ല 0.8 ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചു. 0.8 ഗ്രാം ഗോൾഡ് ഇന്നത്തെ പ്രൈസ് 5000 രൂപയ്ക്ക് മാറ്റി വെച്ചപ്പോഴത്തേക്കിനും 4000 രൂപയാണ് ചെലവായത്. 0.8 ഗ്രാം ഇൻറ്റു 5000 4000 രൂപ ചെലവായി. ഇവിടെ റഷ്യയുടെ കയ്യിൽ 0.8 ഗ്രാം ഗോൾഡേ ഉള്ളൂ. എഗെയിൻ 6000 രൂപ എത്തിയപ്പോഴത്തേക്കിനും മലബാർ വന്നിട്ട് പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് നിങ്ങൾ ഇന്നാ പിടി 5000, എനിക്ക് 1 ഗ്രാം ഗോൾഡ് നിങ്ങൾ ഇപ്പൊ തരണം. എന്റെ കയ്യിൽ, റഷ്യയുടെ കയ്യിൽ 1 ഗ്രാം ഗോൾഡ് ഉണ്ടോ? ഇല്ല, 0.8 ഗ്രാം ഗോൾഡേ ഉള്ളൂ. അതുകൊണ്ട് റഷ്യ പറഞ്ഞു ഞാൻ നിനക്ക് 1000 രൂപ തരാം, നീ പോയി സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് നീ എനിക്ക് തരാനുള്ള 5000ത്തിന്റെ കൂടെ ഈ 1000 കൂടെ ചേർത്ത് 6000 രൂപയ്ക്ക് നീ സ്പോട്ട് മാർക്കറ്റിൽ നിന്ന് 1 ഗ്രാം ഗോൾഡ് മേടിച്ചു. അങ്ങനെ ഇവിടെ ഒരു -1000 രൂപ നഷ്ടം വന്നേ. പക്ഷേ എന്റെ കയ്യിലിരിക്കുന്ന 0.8 ഗ്രാം ഓഫ് ഗോൾഡ്, റഷ്യയുടെ കയ്യിലിരിക്കുന്ന 0.8 ഗ്രാം ഗോൾഡ് ഇപ്പൊ എത്ര രൂപയായിട്ടുണ്ട്? 4800 രൂപയായിട്ടുണ്ട്. 4000 രൂപയ്ക്ക് മേടിച്ചത് 4800 രൂപയായിട്ടുണ്ട്. അതിൽ നിന്ന് -1000 ചെയ്താൽ നമ്മളിവിടെ 3800 എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി 5000ത്തിലുള്ള ഗോൾഡ് 4000 ആയാൽ മലബാർ ഗോൾഡ് എന്തായാലും വരാൻ പോകുന്നില്ല. ഞാൻ 4000 രൂപയ്ക്ക് മേടിച്ച ഗോൾഡ് ഇന്ന് 3200 രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എന്റെ സ്പ്രെഡ് എന്ന് വെച്ചാൽ ഞാൻ പിന്നെയും കുറച്ച് 600 രൂപയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ സ്പ്രെഡ് ഞാൻ 600ലേക്ക് കൊണ്ടുവന്നു. 3800 തൊട്ട് 3200 വരെ എന്റെ പോർട്ട്ഫോളിയോ ഫ്ലക്ച്വേറ്റ് ചെയ്യും. അപ്പം റഷ്യ എന്ത് ചെയ്തു, ഇങ്ങനെ ഓരോ 0.1 ഗ്രാം വെച്ച് കുറച്ച് കൊണ്ടുവന്ന് പുള്ളിക്കാരന്റെ എയിം എന്ന് വെച്ചാൽ, അതായത് പുള്ളിക്കാരൻ റഷ്യയുടെ എയിം എന്ന് വെച്ചാൽ ആ റിസ്ക് ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ ആ റിസ്ക് ഫ്രീ പോർട്ട്ഫോളിയോ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. റഷ്യ, the portfolio here is underlying asset gold plus the call option that we sold. Risk free means that the value of the portfolio at 6000 should be equal to the value of the portfolio at 1000. അതായത് എത്ര ഗ്രാം ഗോൾഡ് ആണോ ഞാൻ മാറ്റി വെക്കുന്നത് അത് 6000 റുപ്പീസിൽ എത്തിയാലും 4000 റുപ്പീസിൽ എത്തിയാലും എന്റെ കോൾ ഓപ്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കണം, എന്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ സെയിം ആയിരിക്കണം. അതായത് 6000 രൂപ എത്തിയാൽ ഞാൻ എത്രയോ ഗ്രാം ഗോൾഡ് മാറ്റി വെച്ചു, ഗ്രാം ഓഫ് ഗോൾഡ് ഞാൻ മാറ്റി വെച്ചു. അത് 6000 രൂപയിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ആ ഗോൾഡിന്റെ പ്രൈസ് അത്രയുമായി. പക്ഷെ ഞാൻ മലബാർ ഗോൾഡിന് 1 ഗ്രാം ഗോൾഡ് ആണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ ഗ്രാം ഗോൾഡേ ഉള്ളൂ. സോ ഇതുകൊണ്ട് എനിക്ക് ഉപയോഗമില്ല. ഞാൻ പിന്നെയും എന്റെ പോക്കറ്റിൽ നിന്ന് 1000 രൂപ എടുത്ത് കൊടുക്കുകയും ഇതെന്ന് പറയുന്ന ഈ പോർട്ട്ഫോളിയോ വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു ദി ഗ്രാം ഓഫ് ഗോൾഡ് ഇൻറ്റു 4000 റുപ്പീസ് എന്ന് പറയുന്ന വാല്യൂയിലേക്ക് രണ്ടും ഈക്വൽ ആവണം. അതായത് എന്റെ സ്പ്രെഡ് 0 ആക്കുക, എന്റെ പോർട്ട്ഫോളിയോ റിസ്ക് ഫ്രീ ആക്കുക എന്നുള്ള സിറ്റുവേഷനിൽ ഇതിന് രണ്ടും ഇക്വേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇട്ട് നമുക്ക് ആ എന്ന് പറയുന്നത്, അതായത് എത്ര ഗ്രാം ഓഫ് ഗോൾഡ് ആണ് റഷ്യ ഇന്ന് മാറ്റി വെക്കേണ്ടത് സച്ച് ദാറ്റ് ഗോൾഡിന്റെ പ്രൈസ് എങ്ങോട്ട് പോയാലും എന്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഒരേ വാല്യൂ തരണം, അത് റിസ്ക് ഫ്രീ ആയിരിക്കണം, അതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് റഷ്യക്ക് കിട്ടി.
0.5 grams ഗോൾഡ് ആണ് ഇന്ന് മാറ്റി വെക്കേണ്ടതെന്ന് റഷ്യക്ക് മനസ്സിലായി. അതായത് total payoff divided by the total spread of the prices. ഒരു വർഷം ഗോൾഡ് പ്രൈസ് എത്ര രൂപയുടെ ഇടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യും അതിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. എത്ര രൂപയുടെ ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്യും? 6000ഉം 4000ഉം. സോ 6000 മൈനസ് 4000 ആണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. പേ ഓഫ് എന്ന് പറയുന്നത് റഷ്യയുടെ കയ്യിൽ നിന്ന് മലബാർ ഗോൾഡിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത്? 1000 രൂപയാണ് കൊടുക്കേണ്ടി വരുന്നത് അല്ലേ? നമ്മുടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ട്, ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന gram എന്ന് പറയുന്നത് എത്ര ക്വാണ്ടിറ്റി ആണ് മാറ്റി വെക്കേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് നോക്കാം. 0.5 gram ഗോൾഡ് ആണ് റഷ്യ മാറ്റി വെച്ചിരിക്കുന്നത്. 0.5 gram ഗോൾഡ് ഇവിടെ മാറ്റി വെക്കുന്നതിന് എത്ര രൂപയായി? 2500 രൂപയായി. 0.5 into 5000 2500 രൂപ വർത്ത് ഉള്ള ഗോൾഡ് ആണ് മാറ്റി വെക്കുന്നത്. ഇപ്പോ നമ്മുടെ 6000 എത്തിയപ്പോഴത്തേക്കിനും മലബാർ 5000 രൂപ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇന്നാ പിടി 5000, നിങ്ങൾ എനിക്ക് 1 gram ഗോൾഡ് തരണമെന്ന് പറയും. പക്ഷെ ഇവിടെ എനിക്ക് കൊടുക്കാനായിട്ട് 1 gram ഗോൾഡ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾ റഷ്യ അങ്ങോട്ട് 1000 രൂപ കൊടുത്തിട്ട് പറയും ഇന്നാ പിടി 1000, നീ എനിക്ക് തരാൻ പോയിരുന്ന 5000ത്തിന്റെ കൂടെ ഈ 1000 കൂടെ ആഡ് ചെയ്ത് നീ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 6000 രൂപയ്ക്ക് മേടിച്ചോ എന്ന് പറഞ്ഞു. അതായത് ഇവിടെ എന്റെ ലോസ് എന്ന് പറയുന്നത് -1000 rupees ആണ്. ഓക്കെ, പക്ഷെ എന്റെ കയ്യിൽ ഓൾറെഡി ഞാൻ 0.5 gram ഗോൾഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പം ഗോൾഡിന്റെ പ്രൈസ് കൂടിയപ്പോഴത്തേക്കിനും 6000 രൂപയ്ക്ക് എത്തിയപ്പം എന്റെ 0.5 gram ഗോൾഡ് 3000 എത്തിയിട്ടുണ്ട്. സോ 3000 മൈനസ് 1000 ആണ് എന്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ. സോ അത് 2000 ആയിട്ടുണ്ട് ഇവിടെ. ഇനി 4000 എത്തിയെന്ന് വെച്ചോളൂ. ഗോൾഡ് പ്രൈസ് 4000 എത്തി. ഞാൻ 5000 രൂപയ്ക്ക് 0.5 gram ഗോൾഡ് മാറ്റി വെച്ചത് 2500 രൂപയ്ക്കാണ്. 4000 എത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ മലബാർ ഗോൾഡ് വരത്തില്ല. അപ്പം എന്റെ കയ്യിലിരിക്കുന്ന 2500 rupees ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഗോൾഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2000 rupees ആണ്. അതായത് ഗോൾഡിന്റെ പ്രൈസ് കൂടിയപ്പോഴും 2000, ഗോൾഡിന്റെ പ്രൈസ് കുറഞ്ഞപ്പോഴും 2000. അതായത് എന്റെ സ്പ്രെഡ് ഞാൻ സക്സസ്ഫുള്ളി 0 ആക്കി കൊണ്ടുവന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഗോൾഡിന്റെ പ്രൈസ് മേലേക്ക് പോയാലും ഗോൾഡിന്റെ പ്രൈസ് താഴേക്ക് പോയാലും എന്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഞാൻ സെയിം ആക്കി മാറ്റി. അതായത് I have successfully converted the uncertain nature of my options derivative into a certain outcome, certain portfolio outcome. So my dear friends, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. എത്ര ഗ്രാം ഓഫ് ഗോൾഡ് ആണ് ഇന്ന് മാറ്റി വെക്കേണ്ടത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചതിനെയാണ് ഹെഡ്ജ് റേഷ്യോ അഥവാ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. സോ ഹെഡ്ജിങ് എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. What we did was that no matter in which direction the gold price moves, the final value of the portfolio remains the same. That is, risk completely avoided, or our portfolio is now risk free. റഷ്യയുടെ പോർട്ട്ഫോളിയോയിൽ എന്തായിരുന്നു? ഒരു കോൾ ഓപ്ഷൻ സെൽ ചെയ്ത എഗ്രിമെന്റും പിന്നെ നമ്മുടെ ഇത്ര ഗ്രാം ഓഫ് ഗോൾഡ് ആ കോൾ ഓപ്ഷൻ സെൽ ചെയ്ത ഉടനെ 0.5 gram ഗോൾഡ് മാറ്റി വെക്കുന്നതുമാണ് റഷ്യയുടെ എന്താണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. We just converted the uncertain payoff nature of an options instrument into a certain payoff situation. ഇതിനെയാണ് ഹെഡ്ജിങ് എന്ന് വിളിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡസ് നോട്ട് മാറ്റർ ഇൻ എ ഹെഡ്ജിങ്. ഞാൻ പറഞ്ഞു എനിക്ക് പ്രോഫിറ്റും ലോസും ബാധകമല്ല, എനിക്ക് ഡെഫിനിറ്റ് ആയിട്ടൊരു ആൻസർ ആണ് വേണ്ടത്. ഒന്നെങ്കിൽ എന്റെ ഗേൾ എന്നോട് ഞാൻ പ്രപ്പോസ് ചെയ്ത പെണ്ണ് എന്നോട് യെസ് പറയണം, ഇല്ലെങ്കിൽ നോ പറയണം. രണ്ടാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഡെഫിനിറ്റ് ആയിട്ട് ഒരു ആൻസർ കിട്ടണം. ഒരു മറുപടിയും തരാതെ എനിക്ക് സൈലൻസ് ട്രീറ്റ്മെന്റ് ഈ പെണ്ണ് തന്നാൽ എനിക്ക് അന്നത്തെ രാത്രി ഉറക്കം പോയി. അതേപോലെ എനിക്ക് ഡെഫിനിറ്റ് ആയിട്ട് ഒരു ആൻസർ ഉണ്ടാക്കുക എന്നതാണ് ഈ പറയുന്ന ഹെഡ്ജിങ് വഴി നമ്മൾ കൊണ്ടുവരുന്നത്. ഹെഡ്ജിങ് is a process to reduce the uncertainty in an exposure, even if the final outcome may be a gain or a loss. What matters is that hedging offsets the original risk and makes the value of the portfolio less volatile. Okay, നിങ്ങളുടെ 3 CFA ലെവലിലും വളരെ ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. Now comes the interesting part. We identified that in order to make a risk-free portfolio while selling a call option,
Russia needs to buy H quantity of underlying commodity today at the spot price. അതായത് റഷ്യ കണ്ടുപിടിച്ചു 1 gram ഗോൾഡ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, 0.5 gram ഗോൾഡ് ഇന്ന് മാറ്റി വെക്കണം. 0.5 gram ഗോൾഡ് ഇന്ന് മാറ്റി വെച്ചാൽ റഷ്യക്ക് എത്ര രൂപയാ ചെലവാകുന്നത്? 2500 രൂപയാണ് ഇന്ന് ചെലവാക്കുന്നത് അല്ലേ? 0.5 into 5000 ആകുമ്പോഴത്തേനും 2500. ഈ 2500 രൂപ ഇന്ന് ചെലവാക്കിയാൽ റഷ്യ ഹെഡ്ജിങ് വഴി റിസ്ക് എല്ലാം അവോയ്ഡ് ചെയ്ത് 1 വർഷത്തിന് ശേഷം റഷ്യയുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 2000 രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഗോൾഡ് പ്രൈസ് എങ്ങോട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്താലും റഷ്യയുടെ കയ്യിലിരിക്കുന്ന പോർട്ട്ഫോളിയോയുടെ വാല്യൂ 2000 രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് റഷ്യ ഇരുന്ന് ആലോചിച്ചപ്പോൾ ഉണ്ടടാ, ഞാൻ ഇന്ന് 2500 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 1 വർഷത്തിന് ശേഷം 2000 രൂപയെ കിട്ടത്തുള്ളൂ. ഇതെന്ത് മാങ്ങാത്തൊലി, എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇത് നമ്മുടെ 2500 രൂപ ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഗോൾഡ് പ്രൈസ് എങ്ങോട്ട് പോയാലും ശരി, ഗോൾഡ് പ്രൈസ് എങ്ങോട്ട് പോയാലും എനിക്ക് ഒരേ പ്രൈസേ കിട്ടുന്നുള്ളൂ. പക്ഷെ ആ ഒരേ പ്രൈസ് 2000 എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന 2500-നേക്കാൾ കുറവാണ്. അത് എങ്ങനെ ശരിയാവും? ഇത് എന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇത് എവിടുന്ന് ശരിയാവും? സോ നമ്മുടെ റഷ്യ പോയിട്ട് മലബാറിനോട് പറയുവാണ്, അണ്ണാ ഈ ട്രാൻസാക്ഷൻ എനിക്ക് ശരിയായിട്ട് വരുമെന്ന് തോന്നുന്നില്ല, ഇറ്റ് ഡസ് നോട്ട് മേക്ക് ഫൈനാൻഷ്യൽ സെൻസ് ടു അസ്. അപ്പൊ മലബാർ റഷ്യയോട് ചോദിക്കും, എന്താ അണ്ണാ, എന്താ പ്രശ്നം, നിങ്ങൾ കാര്യം പറ. അങ്ങനെ റഷ്യ മലബാറിനോട് ഫുൾ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്, എന്നിട്ട് മലബാർ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾക്ക് ഇന്ന് 2500 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2000 എത്തുന്നതിലല്ലേ പ്രശ്നം, ആ എക്സ്ട്രാ ഉള്ള 500 ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് തരാം, മലബാർ റഷ്യക്ക് തരാമെന്ന് പറയുവാണ്. അതായത് നിങ്ങൾ ഇന്ന് 2000 ഇൻവെസ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾ ഇന്ന് 2500 ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ആ എക്സ്ട്രാ 500 മലബാർ റഷ്യക്ക് കൊടുക്കാന്ന് പറയും. സോ ദാറ്റ് യു വിൽ എൻഡ് അപ്പ് ഇൻ 2000 itself tomorrow. അങ്ങനെ റഷ്യ ഒന്ന് ആലോചിച്ചിട്ട് അഗെയിൻ പറയും, മൈ ഡിയർ ബ്രദർ, നാളെ 2000 രൂപയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് 2000-ൽ കുറവ് രൂപ, സേ 5% ആണ് ഒരു ബാങ്ക് ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ, ഞാൻ 1904.76 റുപ്പീസ് ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ മതി, എനിക്ക് സുഖമായിട്ട് 2000 രൂപ 1 വർഷത്തിന് ശേഷം 5% ഇൻട്രസ്റ്റ് റേറ്റിൽ എനിക്ക് കിട്ടും. അതിന് ഞാൻ ഇന്ന് 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ മലബാർ അഗെയിൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ശരി, നിങ്ങൾ ഇന്ന് 1904.76 ആണല്ലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, പക്ഷെ എന്നിട്ടും യു ആർ ഫോഴ്സ്ഡ് ടു ഇൻവെസ്റ്റ് 2000 രൂപ. ആ 2000 മൈനസ് ഈ പറയുന്ന എമൗണ്ടും ഞാൻ നിങ്ങൾക്ക് തരാൻ റെഡിയാണ്. അതായത് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 95.24 റുപ്പീസും മലബാർ റഷ്യക്ക് കൊടുക്കാന്ന് പറയുന്നു. അങ്ങനെ ടോട്ടൽ 500 പ്ലസ് ഈ 95.24 595.24 മലബാർ റഷ്യക്ക് ഇന്ന് കൊടുക്കും. സോ എങ്കിൽ മാത്രമേ റഷ്യ മലബാറിന് ഈ പറയുന്ന കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യത്തുള്ളൂ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, we just identified why an option buyer pays an option seller a premium and how much should that amount be എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞു. എന്തിന് ഓപ്ഷൻ പ്രീമിയം പേ ചെയ്യണമെന്നും എത്ര രൂപയാണ് ആ പ്രീമിയം എന്നും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്കിപ്പോ ഫുൾ സ്റ്റോറി മനസ്സിലായി. ഓക്കെ, ഇനി എവിടെയാണ്, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോനെ പറ്റി, എവിടെയാണ് ഈ റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോ വരുന്നത്? On one side we saw a portfolio of selling a call option and simultaneously buying H quantity of the underlying asset. എവിടെയാണോ റഷ്യ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന നിമിഷം തന്നെ അത് 0.5 gram ഓഫ് ഗോൾഡ് മാറ്റി വെച്ചു. അതിനാണ് ഒരു സൈഡ് ഓഫ് ദി പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ജനറേറ്റ്സ് 2000 rupees in 1 year. ഒരു വർഷത്തിന് ശേഷം ഇത് 2000 രൂപ ജനറേറ്റ് ചെയ്യും. On the other side, we saw that we are buying H quantities of gold today minus the compensation that the buyer pays. അതായത് റഷ്യ H quantities of gold 0.5 gram of gold മേടിക്കുകയും നമ്മുടെ മലബാർ റഷ്യക്ക് കൊടുക്കുന്ന കോമ്പൻസേഷൻ മാറ്റി വെക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടുമാണ് റെപ്ലിക്കേറ്റിംഗ് പോർട്ട്ഫോളിയോസിന്റെ രണ്ട് സൈഡിൽ വരുന്ന ഇക്വേഷൻസ്. ഈ രണ്ട് പോർട്ട്ഫോളിയോസിലും പേ ഓഫ് രണ്ടും സെയിം ആയിരിക്കും, അതായത് മിമിക്സ് ദ പേ ഓഫ്.
ഒരു സൈഡിൽ റഷ്യ 0.5 gram ഓഫ് ഗോൾഡ് മാറ്റി വെച്ചിട്ട് മലബാറിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രീമിയം എമൗണ്ട് ഓപ്ഷൻസ് പ്രീമിയം മേടിക്കും. ഇത് should be equal to the 0.5 gram of gold price that happens in 1 year minus the amount paid. റഷ്യ മലബാറിന് ഓപ്പൺ മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ വേണ്ടി കൊടുക്കുന്ന 1000 രൂപ 6000 രൂപ എത്തിയാൽ, ഇല്ലെങ്കിൽ 1000 രൂപ, ഇല്ലെങ്കിൽ 1 രൂപയും കൊടുക്കത്തില്ല. 4000 രൂപയാണ് എത്തുന്നതെങ്കിൽ 1 രൂപയും കൊടുക്കത്തില്ല. സോ ഈ എമൗണ്ട് പെയ്ഡ് ബൈ ദ ബയർ, ഒരു വർഷത്തിന് ശേഷമാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസന്റ് ടേംസിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ കോമ്പൗണ്ട് ചെയ്ത് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയാലും മതി. എന്തായാലും ഇത് ഡിവൈഡഡ് ബൈ 1 + r the whole raised to 1. എന്നിട്ട് നിങ്ങൾ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് ഗോൾഡ് പ്രൈസ് റഷ്യയുടെ കയ്യിൽ ഇരിക്കുന്നതല്ല, മലബാറിന്റെ കയ്യിൽ ഇരിക്കുന്നതല്ല. വി കൻ നോട്ട് കൺട്രോൾ എമൗണ്ട് പെയ്ഡ് ടു ദ ബയർ. അതായത് 6000 രൂപ ഗോൾഡ് ഒരു വർഷത്തിന് ശേഷം 6000 രൂപ എത്തിയാൽ റഷ്യ മലബാറിന് എക്സ്ട്രാ 1000 രൂപ കൊടുക്കണം. സോ എത്ര രൂപ കൊടുക്കണം എന്നുള്ളതും ഗോൾഡ് പ്രൈസിൽ ഡിപ്പെൻഡന്റ് ആണ്. സോ അതും റഷ്യക്കോ മലബാറിനോ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ആകെ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഓപ്ഷൻസ് പ്രീമിയം ആണ്. ഓക്കെ, എത്ര രൂപയാണ് മലബാർ റഷ്യക്ക് ഒരു കോൾ ഓപ്ഷൻ ബയ്യർ ഒരു കോൾ ഓപ്ഷൻ സെല്ലറിന് കൊടുക്കുന്ന ഓപ്ഷൻസ് പ്രീമിയം എത്രയാണ് എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയത്, ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഫാക്ടേഴ്സ്. If excess options premium is charged, then that side of the equation becomes cheap, which means you can short sell the other side of the equation and invest the proceeds to buy the other side and earn risk free profit. ഇവിടെ ഒരു arbitrage-നുള്ള opportunity വന്നു. Similarly, if low options is charged, റഷ്യക്ക് കുറച്ച് ഓപ്ഷൻസ് പ്രീമിയമേ കിട്ടുന്നുണ്ടെങ്കിൽ ആ സൈഡ് ഓഫ് ദ ഇക്വേഷൻസ് becomes expensive and you can do the opposite. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഗോൾഡ് പ്രൈസ് ഇന്ന് 5000 രൂപയും ഒരു വർഷത്തിന് ശേഷം ആ ഗോൾഡ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്ത് 4000 തൊട്ട് 6000 വരെ എത്തുന്നതാണ്. അതായത് ഇന്നത്തെ 5000 രൂപ വെച്ചിട്ടാണ് റഷ്യ ഐഡന്റിഫൈ ചെയ്യുന്നത് 4000 to 6000 വരെ ഗോൾഡ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. ഓക്കെ, what if the gold price immediately changes to 5050 rupees? അതായത് നമുക്കറിയാം ഗോൾഡും അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിന്റെ പ്രൈസും സ്റ്റഡി ആയിട്ട് ഇരിക്കാൻ പോകുന്നില്ല, അത് സെക്കൻഡിന് അത് മാറിക്കൊണ്ടേയിരിക്കും. സോ ഒറ്റയടിക്ക് അടുത്ത നിമിഷം ഇത് 50,050 rupees ആയി, 5050 rupees ആയി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം ഈ ഗോൾഡ് പ്രൈസ് 4000 to 6000 ഇടയ്ക്കായിരിക്കത്തില്ല ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, അത് വേറെ ഏതെങ്കിലും വാല്യൂസിന്റെ ഇടയ്ക്കായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ഗോൾഡ് പ്രൈസ്, അണ്ടർലൈൻ ഗോൾഡിന്റെ പ്രൈസ് മാറുന്ന അനുസരിച്ച് റഷ്യ എത്ര ഗ്രാം ഓഫ് ക്വാണ്ടിറ്റി ആണ്, എത്ര ഗ്രാം ക്വാണ്ടിറ്റി ആ ഹെഡ്ജ് റേഷ്യോ മാറ്റിക്കൊണ്ടേ ഇരിക്കണം എവറി ടൈം ദ സ്പോട്ട് പ്രൈസ് ചേഞ്ചസ്. ദിസ് ഇസ് നോൺ ആസ് ഡൈനാമിക് ഹെഡ്ജിങ്. ഇവിടെയാണ് ബ്ലാക്ക് ഷോൾസ് എന്ന് പറയുന്ന മോഡലൊക്കെ വരുന്നത്. അത് CFA ലെവൽ 1ന്റെ പാർട്ടല്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ തിയേറ്ററിലെ സിറ്റുവേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. അതായത് ഇന്ന് 50 രൂപയാണ് തിയേറ്റർ മേടിച്ചത് 200 രൂപയുടെ സ്ട്രൈക്ക് പ്രൈസിലെ കോൾ ഓപ്ഷൻ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം ഈ 50 രൂപ കുറഞ്ഞു പോയോ അതോ കൂടിപ്പോയോ, നമ്മുടെ തിയേറ്റർ എത്ര രൂപയായിരുന്നു ചാർജ് ചെയ്യേണ്ടിയിരുന്നതെല്ലാം നമുക്ക് നോക്കാം. അപ്പം ഇന്ന് ടിക്കറ്റ് പ്രൈസ് 200 രൂപ, സ്ട്രൈക്ക് പ്രൈസ് 200 രൂപയ്ക്കാണ് നമ്മുടെ തിയേറ്റർ വിൽക്കുന്നത്. ഓക്കെ, 100 രൂപയിലേക്കും പോവും ടിക്കറ്റ്, 1000 രൂപയിലേക്കും പോവും. നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചിരുന്നു ഹെഡ്ജ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹെഡ്ജ് റേഷ്യോ നമുക്ക് ഡിറൈവ് ചെയ്ത് നമ്മളെ നറേഷൻ പോലെ, കഥ പോലെ കൊണ്ടുവരാം, എങ്കിലും അത് സമയമെടുക്കും. എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ അത് സമയമെടുക്കും. സോ നമുക്ക് ഹെഡ്ജ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ പേ ഓഫ് ഡിവൈഡഡ് ബൈ ഈ പറയുന്ന ടോട്ടൽ സ്പ്രെഡ് ആണ്. അപ്പൊ ഇവിടുത്തെ പേ ഓഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വാല്യൂ, ആ ടിക്കറ്റിന്റെ വാല്യൂ എത്രയാ വരുന്നത്? 800 rupees ആണ് ടിക്കറ്റിന്റെ വാല്യൂ വരുന്നത്, അല്ലേ? രജനീകാന്തിന്റെ ഫിലിം വന്നാൽ 800 rupees-ഉം മറ്റേ ന്യൂ കമറിന്റെ ഫിലിം വന്നാൽ 0 ആണ്. സോ 0 + 800 എന്ന് പറയുന്നത് 800 rupees ആണ് ടോട്ടൽ വാല്യൂ. ടോട്ടൽ സ്പ്രെഡ്, അതായത് ഈ പറയുന്ന ടിക്കറ്റ് എത്ര രൂപ തൊട്ട് എത്ര രൂപ വരെ ഫ്ലക്ച്വേറ്റ് ചെയ്യും, 100 തൊട്ട്
1000 വരെയാണ് അല്ലേ. സോ 100 തൊട്ട് 1000ന്റെ സ്പ്രെഡ് എത്രയാണ്? 900 റുപ്പീസ്. 1000 മൈനസ് 100 900 റുപ്പീസ്. സോ നമ്മുടെ ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത് 0.88 സീറ്റ് എന്ന് കിട്ടി. അതായത് നമ്മുടെ തിയേറ്റർ ഒരു ഓപ്ഷൻ സെല്ല് ചെയ്തപ്പോഴത്തേക്കിനും അത് ഒരു തിയേറ്റർ സീറ്റ് മാറ്റിയിടേണ്ട ആവശ്യമില്ല, ഒരു സീറ്റ് മാറ്റിയിടേണ്ട ആവശ്യമില്ല, പകരം 0.88 സീറ്റ് മാറ്റിയിട്ടാൽ മതി എന്ന് പറഞ്ഞു. രജനീകാന്തിന്റെ സിനിമ വന്നു, ടിക്കറ്റ് പ്രൈസ് 1000 രൂപയിലേക്ക് എത്തി. നമ്മുടെ മൂവി ഫാൻ നിങ്ങളാണെന്ന് വെച്ചോളൂ, നിങ്ങൾ നേരെ പോയിട്ട് 200 രൂപ കൊടുത്തിട്ട് തിയേറ്റർ ഓണറിനോട് പറയുവാണ്, അണ്ണാ നിങ്ങൾ എന്നോട് വാക്ക് പറഞ്ഞു 200 രൂപയ്ക്ക് ടിക്കറ്റ് തരാന്ന്, എന്നാ പിടി എന്റെ 200 രൂപ ടിക്കറ്റ് തരാൻ പറഞ്ഞു. പക്ഷെ തിയേറ്ററിന്റെ കയ്യിൽ ഇപ്പൊ എത്ര ടിക്കറ്റാ ഉള്ളത്? 0.88 ടിക്കറ്റ് ആണ് നമ്മുടെ തിയേറ്ററിന്റെ കയ്യിലുള്ളത് അല്ലേ, which is worth 8,888 rupees. കാരണം ഈ 0.88 ടിക്കറ്റ് 1000 രൂപ എത്തിയപ്പോഴത്തേക്കിനും 888 റുപ്പീസ് ആയിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് നമ്മുടെ തിയേറ്റർ പറഞ്ഞ എൻ്റെ കയ്യിൽ 0.88 ടിക്കറ്റേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഇതെന്ത് വാങ്ങാത്തോലി, എനിക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്കിപ്പം ടിക്കറ്റ് കിട്ടിയേ പറ്റത്തുള്ളൂ. അങ്ങനെ തിയേറ്റർ പറഞ്ഞു, ശരിയണ്ണാ നിങ്ങളൊന്ന് അടങ്ങ്, നിങ്ങൾക്ക് ഞാൻ 200 രൂപയ്ക്കാണ് ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞത്. ഇപ്പം മാർക്കറ്റിൽ ടിക്കറ്റിന്റെ പ്രൈസ് 1000 രൂപയാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ 800 രൂപ നിങ്ങൾക്ക് അങ്ങ് തരാം, നിങ്ങൾ ആ അപ്പുറത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി 1000 രൂപയ്ക്ക് നിങ്ങൾ അങ്ങ് മേടിച്ചോ, എന്നിട്ട് സമാധാനപ്പെടുന്നു പറഞ്ഞിട്ട് നിങ്ങളെ ഒതുക്കി വിട്ടു. അങ്ങനെ നിങ്ങൾക്ക് ആ തിയേറ്ററിൽ പോയി 1000 രൂപയ്ക്ക് കാണാം. തിയേറ്ററിന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും തിയേറ്ററിന്റെ ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ ആ 888 റുപ്പീസ്, അതായത് ടിക്കറ്റിന്റെ പ്രൈസ് ഇപ്പം 888 റുപ്പീസ് ആണ്, മൈനസ് 800 റുപ്പീസ് ദാറ്റ് ഇറ്റ് പെയ്ഡ് ടു ദി മൂവി ഫാൻ. അങ്ങനെ മൊത്തത്തിൽ പോർട്ട്ഫോളിയോ വാല്യൂ 88 ആയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ നമ്മുടെ ന്യൂ കമ്മറിന്റെ ഫിലിം ആണ് വന്നത്, ടിക്കറ്റ് പ്രൈസ് 100 രൂപ ആയിട്ടുണ്ട്. യു വിൽ നോട്ട് എക്സസൈസ് യുവർ റൈറ്റ്. അതായത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം ആ ന്യൂ കമ്മറിന്റെ ഊച്ചാളി ഫിലിം നിങ്ങൾ കാണാൻ പോകത്തില്ല. ഇനി അഥവാ കാണാൻ പോയാൽ തന്നെ നിങ്ങൾ അത് കൗണ്ടറിൽ നിന്ന് 100 രൂപയ്ക്ക് മേടിക്കാൻ പോകത്തുള്ളൂ. സോ ഫോർ ദ തിയേറ്റർ ദാറ്റ് 0.88 സീറ്റ്, ആ മാറ്റി വെച്ചിരിക്കുന്ന തിയേറ്റർ ഇപ്പോ 88 രൂപ ആയിട്ടുണ്ട്. അതായത് രണ്ട് സിറ്റുവേഷനിലും ഫിലിം ടിക്കറ്റിന്റെ പ്രൈസ് 1000 രൂപ ആയാലും 100 രൂപ ആയാലും തിയേറ്ററിന്റെ ഭാഗത്ത് നിന്നുള്ള പോർട്ട്ഫോളിയോ വാല്യൂ 88 രൂപ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ റിസ്ക് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. റിസ്ക് ഈസ് ഈക്വലി സ്പ്ലിറ്റ് ടു ദി ബോത്ത് ദ സൈഡ്സ്. അപ്പൊ റഷ്യ പോലെ നമ്മുടെ തിയേറ്റർ വരുന്ന ആലോചിക്കുവാണ്, ഇന്ന് ഞാൻ 176 റുപ്പീസ്, അതായത് 0.88 റുപ്പീസ് 200 രൂപയ്ക്ക് സമയത്ത് ഞാൻ മാറ്റി വെക്കുവാണെങ്കിൽ എനിക്ക് 176 റുപ്പീസ് അല്ലേ. റഷ്യ 5000 രൂപയുടെ ഗോൾഡ്, 0.5 ഗ്രാം ഓഫ് ഗോൾഡ് 5000 രൂപയുടെ സമയത്താണ് മാറ്റി വെച്ചത്. നമ്മുടെ തിയേറ്റർ 0.88 സീറ്റ് 200 രൂപയ്ക്ക് ആണ് മാറ്റി വെക്കുന്നത്. സോ ഇന്ന് അവർ ചെലവാക്കേണ്ടത് ടൈം 0 176 റുപ്പീസ് ചെലവാക്കി 88 രൂപ ഒരു വർഷത്തിന് ശേഷം, സോറി ആ സിനിമ റിലീസ് ആവുന്ന ഒരു മാസത്തിനാണെങ്കിൽ ഒരു മാസത്തിന് ശേഷം, ഇവിടെ 1 ഇയർ എന്നാണ് എഴുതിയിരിക്കുന്നത്, എന്തായാലും ഒരു വർഷത്തിന് ശേഷമാണ് ടിക്കറ്റ് സിനിമ ഇറങ്ങുന്നതെങ്കിൽ 1 ഇയറിന് ശേഷം 88 എത്തുന്ന അവസ്ഥ. അതായത് 176 ഇൻവെസ്റ്റ് ചെയ്ത് 88ലേക്ക് എത്തുന്ന അവസ്ഥ. അത് ശരിയാവത്തില്ലെന്ന് പറയുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പം 88 രൂപ ഇവിടെ നഷ്ടം വരുന്നുണ്ട്. പിന്നെ അങ്ങനെ 88 രൂപ കോമ്പൻസേറ്റ് ചെയ്യാതെ തന്നെ 88 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 88 റുപ്പീസിൽ എൻഡപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. സോ ആ ഒരു ഡിഫറൻസ്, ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് 6% ആണെങ്കിൽ 88 മൈനസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് 88 ഇൻ ദ ഫ്യൂച്ചർ നോക്കുമ്പോഴത്തേക്കിനും 4.98 റുപ്പീസ് കൂടെ എക്സ്ട്രാ വേണ്ടി വരും. സോ ഫെയർ പ്രീമിയം എന്ന് പറയുന്നത് 92.98 റുപ്പീസ് ആയിരുന്നു തിയേറ്റർ ചാർജ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ തിയേറ്റർ ശരിക്കും എത്രയാ ചാർജ് ചെയ്തത്? 50 രൂപയെ ചാർജ് ചെയ്തുള്ളൂ. അതായത് മൂവി ഫാനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ അവിടെ ഒരു ആർബിട്രാജിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. In all the examples we did, the exercise price is same as the current price. അതായത് റഷ്യ ഇന്ന് 5000 രൂപയ്ക്കാണ് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. എക്സർസൈസ് പ്രൈസും 5000 രൂപയാണ് നമ്മൾ കണ്ടുപിടിച്ചു. That was just to make you understand the concept. നമ്മുടെ CFAയിലെ ന്യൂമറിക്കലില് സ്പോട്ട് പ്രൈസും ഈ പറയുന്ന എക്സർസൈസ് പ്രൈസും രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ സോൾവ് ചെയ്ത് നോക്കാം. സ്പോട്ട് പ്രൈസ് 40 രൂപയാണ്. ഒരു സ്റ്റോക്കിന്റെ സ്പോട്ട് പ്രൈസ് 40, അതിന്റെ എക്സർസൈസ് പ്രൈസ് 50 ആണ്. 40 അല്ല 50 ആണ്. വിത്തിൻ എ സർട്ടൻ ടൈം പീരീഡ് ദ അസറ്റ് ക്യാൻ ഗോ അപ്പ് ബൈ 40% ഓർ ഗോ ഡൗൺ ബൈ 20%.
എച്ച് അതായത് എത്ര സ്റ്റോക്ക് ആണ്, എത്ര ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് ആണ് മാറ്റി വെക്കേണ്ടത് എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരും, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പം ഒരു വർഷത്തിന് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ആസെറ്റിന്റെ വാല്യൂ 40% കൂടുകയോ 20% കുറയുകയോ ചെയ്യും. മറ്റേത് റഷ്യ ഒറ്റയടിക്ക് കണ്ടുപിടിച്ചു 6000 to 4000 ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. ഇവിടെ അസെറ്റ് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് ശേഷം 40% ഗോ അപ്പ് ചെയ്യുകയോ 20% ഗോ ഡൗൺ ചെയ്യുകയോ സംഭവിക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ഹൗ മച്ച് ദി അസെറ്റ് വിൽ ഫ്ലക്ച്വേഷൻ ഇൻ വൺ ടൈം പീരീഡ്. അതായത് ഇപ്പം അസെറ്റ് ട്രേഡ് ചെയ്യുന്നത് 40 റുപ്പീസിലാണ്. സ്പോട്ട് പ്രൈസ് ടൈം ഈസിക്കൽ 0. ഇപ്പം അസെറ്റ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 40 റുപ്പീസിലാണ്. അത് ഒരു വർഷത്തിന് ശേഷം 40% ഇൻക്രീസ് ചെയ്താൽ അത് 56 റുപ്പീസിലെത്തും. 20% ഡിക്രീസ് ചെയ്താൽ അത് 32 റുപ്പീസിലേക്കും എത്തും. അതായത് ഒരു വർഷത്തിന് ശേഷം ആ ടിക്കറ്റ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പോകുന്നത് 56 to 32 റുപ്പീസിലാണ്. അതിന്റെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ്. സോ ഇതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. സോ ഈ റിസ്കിനെ നമുക്ക് റിസ്ക് ഫ്രീ ആക്കണം. ടിക്കറ്റ് പ്രൈസ് ഈ അണ്ടർലൈൻ സ്റ്റോക്കിന്റെ പ്രൈസ് നാളെ എന്ത് തന്നെ ആയാലും 40 ആയാലും ഈ പറയുന്ന 56 ആയാലും 32 ആയാലും എന്റെ കയ്യിലിരിക്കുന്ന പോർട്ട്ഫോളിയോനെ ഞാൻ റിസ്ക് ഫ്രീ ആക്കി മാറ്റണം. അതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇഫ് ദ കോൾ ഓപ്ഷൻ ബയർ എക്സസൈസസ് ഹിസ് റൈറ്റ് ഹൗ മച്ച് വിൽ ബി ദ വാല്യൂ, അല്ലെങ്കിൽ എന്റെ ആ ഓപ്ഷന്റെ പേ ഓഫ് എത്രയാണെന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോഴാണ് ഒരു കോൾ ഓപ്ഷൻ ബയർ വരുന്നത്? ആ എക്സസൈസ് പ്രൈസിനേക്കാൾ മേലെയാണ് സ്പോട്ട് പ്രൈസ് എങ്കിൽ, 5000-നേക്കാൾ മേലെയാണ് ഗോൾഡ് പ്രൈസ് എങ്കിലേ മലബാർ വരത്തുള്ളൂ. അതേപോലെ സ്പോട്ട് പ്രൈസിനേക്കാൾ മേലെയാണെങ്കിൽ, എക്സർസൈസ് പ്രൈസിനേക്കാൾ മേലെയാണെങ്കിൽ ഇവിടുത്തെ കോൾ ഓപ്ഷൻ ബയറും വരത്തുള്ളൂ. അതർവൈസ് ആ കോൾ ഓപ്ഷൻ ബയർ വരത്തില്ല. ആ ഓപ്ഷന്റെ പ്രൈസ് 0 ആണ്. സിനിമ ടിക്കറ്റിന്റെ വാല്യൂ 0 എന്ന് പറയുന്ന പോലെ ആ ഓപ്ഷന്റെ പ്രൈസ് 0 ആണ്. സോ ദ മാക്സിമം പേ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്ലക്ച്വേഷൻ മൈനസ് ദി എക്സസൈസ് പ്രൈസ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഒരു വർഷത്തിന് ശേഷം 40% ആ സ്റ്റോക്ക് മേലേക്ക് പോയാൽ അത് 56 രൂപയാണ്. 56 മൈനസ് എക്സർസൈസ് പ്രൈസ് ചെയ്യുമ്പോൾ 6 രൂപയാണ് മാക്സിമം പേ ഓഫ് എന്ന് പറയുന്നത്. മറ്റേ റഷ്യയുടെ കേസിൽ മാക്സിമം പേ ഓഫ് എന്ന് വെച്ചാൽ 6000 രൂപ എത്തുമ്പം 1000 രൂപയായിരുന്നു അല്ലെ. ഇവിടെ 6 രൂപയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. The value of a call option fluctuates between 0 to 6 rupees. 6 തൊട്ട് 0 ഇടയ്ക്കാണ് ഈ പറയുന്ന കോൾ ഓപ്ഷന്റെ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എച്ച് ആണ്. സിൻസ് വി നോ ദ കൺസെപ്റ്റ് ലെറ്റ് us not waste time to derive the ഈ പറയുന്ന ഹെഡ്ജ് റേഷ്യോ. ഇൻസ്റ്റെഡ് ഡയറക്ട്ലി ലെറ്റ്സ് അപ്ലൈ ദ ഇക്വേഷൻ. മാക്സിമം പേ ഓഫ് ഡിവൈഡഡ് ബൈ ദി സ്പ്രെഡ് ബിറ്റ്വീൻ ദ പ്രൈസസ് ഇൻ ദാറ്റ് ടൈം പീരീഡ് ഇൻ ദ ഫ്യൂച്ചറിൽ. അതായത് ഇന്നത്തെ മാക്സിമം പേ ഓഫ് നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചു 6 ആണ്. 6 ഡിവൈഡഡ് ബൈ ആ ഒരു വർഷത്തിന് ശേഷം പ്രൈസസ് തമ്മിലുള്ള ഫ്ലക്ച്വേഷൻ 40% കൂടിയാലോ 20% കുറഞ്ഞാലോ ഉണ്ടാവുന്ന പ്രൈസസിന്റെ ഡിഫറൻസ് ആണ് ഈ പറയുന്ന 56 മൈനസ് 32. അങ്ങനെ നമുക്ക് ഹെഡ്ജ് റേഷ്യോ അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയുന്നത് 0.25 എന്ന് കിട്ടി. അതായത് ഒരു കോൾ ഓപ്ഷൻ സെല്ലർ ഒരു കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ, ആ പറയുന്ന കോൾ ഓപ്ഷൻ സെല്ല് ചെയ്താൽ ഇന്നത്തെ പ്രൈസിൽ 0.25 ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് അണ്ടർലൈങ് അസെറ്റ് പുള്ളിക്കാരൻ മാറ്റി വെക്കണം. എങ്കിലേ റിസ്ക് ഫ്രീ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മേക്കിംഗ് ദ പോർട്ട്ഫോളിയോ റിസ്ക് ഫ്രീ. പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാണുള്ളത്? ബൈയിങ് ദി എച്ച് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈൻ, അതായത് 0.25 ഓഫ് ദി അണ്ടർലൈൻ അറ്റ് ദ സ്പോട്ട് പ്രൈസ് മൈനസ് ദ പ്രീമിയം പെയ്ഡ് ബൈ ദി കോൾ ഓപ്ഷൻ ബയർ. അതായത് എച്ച് 0.25 ഇൻറ്റു കറന്റ് സ്പോട്ട് പ്രൈസ് എത്രയാണ്? 40 രൂപ. എക്സർസൈസ് പ്രൈസ് അല്ല, ഇതിവിടെ സ്പോട്ട് പ്രൈസ് ആണ്. എച്ച് ഇൻറ്റു S0 മൈനസ് C0. C0 എന്ന് പറയുന്നതാണ് പ്രീമിയം റിസീവ്ഡ്. ഇത് ഇന്ന് സംഭവിക്കുന്നതാണ്. ഇന്ന് ഗോൾഡ് മാറ്റി വെക്കുകയും ഇന്ന് മലബാർ ഗോൾഡ് റഷ്യക്ക് പ്രീമിയം കൊടുക്കുകയും ചെയ്യും, ഓപ്ഷൻ പ്രൈസ് കൊടുക്കുകയും ചെയ്യും. സോ ഇന്നത്തെ വാല്യൂ ആണ് ഈ 0.25 ഇൻറ്റു 40 മൈനസ് C0. C0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി applying the replicating portfolio situation. Value of the risk-free portfolio created today must be equal to the value of the portfolio in the future. നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിൽ
രണ്ട് രീതിയിൽ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. പ്രൈസ് 56ലേക്കും പോവും, പ്രൈസ് 32ലേക്കും പോവും. എങ്ങനെ പോയാലും ആ പോർട്ട്ഫോളിയോയുടെ വാല്യൂ എന്ന് പറയുന്നത് h into 56, അതായത് 0.25 into 56 മൈനസ് ആ വാല്യൂ ഓഫ് ദി ഓപ്ഷൻ. ഇവിടെ 8 കിട്ടി, ഇവിടെ h into 32 മൈനസ് വാല്യൂ ഓഫ് ദി ഓപ്ഷൻ, അതായത് ഇവിടെയും 8 കിട്ടി. അതായത് എങ്ങോട്ട് പോയാലും പോർട്ട്ഫോളിയോയുടെ വാല്യൂ 8 വരുന്നുള്ളൂ. ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആ റഷ്യയുടെ കേസുമായിട്ട് സിമിലർ ചെയ്താൽ, എൻ്റെ കയ്യിൽ 0.25 gram ഓഫ് ഗോൾഡേ ഉള്ളൂ, പക്ഷെ എനിക്ക് കൊടുക്കേണ്ടത് 1 gram ഓഫ് ഗോൾഡ് ആണ്. അതുകൊണ്ട് എക്സ്ട്രാ എത്ര രൂപ കൊടുക്കണം, ഞാൻ റഷ്യ മലബാറിന് എക്സ്ട്രാ എത്ര രൂപ കൊടുക്കണം സ്പോട്ട് മാർക്കറ്റിൽ നിന്നും ആ ഗോൾഡ് മേടിക്കാൻ വേണ്ടിയിട്ട്, അതാണ് ഇത് പറയുന്നത്. സോ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന 0.25 gram ഗോൾഡ് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 56 ആണ്. സോ 56 into 0.25 ചെയ്ത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ, സോ ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. അതേപോലെ പ്രൈസ് 32 ആയാൽ മലബാർ ഗോൾഡ് ഒരിക്കലും വരാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ റഷ്യ മലബാറിന് 1 രൂപ പോലും കൊടുക്കണ്ട, അപ്പോൾ ഇത് 0 ആയി മാറി. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഇരിക്കുന്ന 0.25 ഗ്രാമിന്റെ ഗോൾഡിന്റെ പ്രൈസ് 0.25 into 32 8 rupees ആയി മാറി. അങ്ങനെ രണ്ട് സിറ്റുവേഷനിലും എൻ്റെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ 8 ആയി മാറിയിട്ടുണ്ട്. Therefore the present value h into s0 minus c0 നമ്മൾ കുറച്ചു മുന്നേ കണ്ടുപിടിച്ച 0.25 into ഇന്ന് ഞാൻ മാറ്റി വെക്കുന്ന ഗോൾഡ് മൈനസ് ഓപ്ഷൻ പ്രീമിയം should be equal to the portfolio value in the future. നാളെ ആണ് എനിക്ക് 8 രൂപ ആവാൻ പോകുന്നത്. സോ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യണം. Let the risk free rate be 5% and time is equal to 1 year. ഇത് രണ്ടും കൂടെ ഇട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 0.25 into 40 minus C0 is equal to 8 divided by 1 plus 5% ചെയ്യുമ്പം ഇന്ന് നമുക്ക് കൊടുക്കുന്ന ഫെയർ പ്രീമിയം, ഫെയർ ഓപ്ഷൻ പ്രീമിയം പ്രൈസ് എന്ന് പറയുന്നത് 2.38 ആയിട്ട് കിട്ടും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അതാണ് നമ്മളുടെ കോൾ ഓപ്ഷനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, അതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. അത് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. സെയിം ലോജിക് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അവിടെ നിങ്ങൾക്ക് റഷ്യ മലബാറിന് പകരം ഒരു ഫാർമറിനെ പറ്റി എക്സാമ്പിൾ എടുക്കാം. ഫാർമർ worrying about the fall in price of the potato by the time he harvests the crop in the future. So he is worried he can sell the potatoes only at a lower price. He wants to buy a right to sell the potatoes at an exercise price if the price falls down. Else, if the price rises, he may sell it at the spot price in the future. The put option seller is the shopkeeper. നമ്മുടെ ആ കവേർഡ് പുട്ടും നേക്കഡ് പുട്ടൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്നും കൂടെ കണ്ടു നോക്കിയാൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നേ ഉള്ളൂ. ഞാനൊരു ഹിന്റ് തരാം. ഇവിടെ നമുക്ക് ഇന്നത്തെ പോർട്ട്ഫോളിയോ വാല്യൂ നാളത്തെ പോർട്ട്ഫോളിയോ വാല്യൂ ആയിട്ട് ഇക്വേറ്റ് ചെയ്തതാണ് കോൾ ഓപ്ഷൻസിൽ. അവിടെ നമ്മൾ h into s0 മൈനസ് c0 ആണ് ചെയ്തത്. ഇനി പുട്ട് ഓപ്ഷന്റെ വരുമ്പോഴത്തേക്കിനും h into s0 പ്ലസ് p0 എന്നുള്ള, അതായത് പുട്ട് ഓപ്ഷൻ പ്രീമിയം ആഡ് ചെയ്യുകയാണ്, അല്ലാതെ സബ്ട്രാക്ട് ചെയ്യുകയല്ല. സെയിം ഇക്വേഷൻ വഴി, സെയിം നറേഷൻ വഴി നിങ്ങൾക്ക് നോക്കിയാൽ മതി. പിന്നെ ഫ്യൂച്ചറിലേക്കും ഇത് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇക്വേറ്റ് ചെയ്യുമല്ലേ, അതായത് ഡിവൈഡഡ് ബൈ 1 plus r the whole raised to t എന്ന് പറയുന്ന ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പം ഇവിടെയും h into ആ സമയത്തെ ഗോൾഡ് പ്രൈസ്, ഒരു വർഷത്തിന് ശേഷമുള്ള ഗോൾഡിന്റെ പ്രൈസിന്റെ വില മൈനസ് എത്ര രൂപ കൊടുക്കുന്നു എന്നല്ല, ഇവിടെയും പ്ലസ് എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പുട്ട് ഓപ്ഷന്റെ വാല്യൂ കിട്ടും. ബാക്കി എല്ലാം സെയിം ആണ്. ഹെഡ്ജ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനും സെയിം ആണ്. ടോട്ടൽ പേ ഓഫ് ഡിവൈഡഡ് ബൈ ഒരു വർഷത്തിന് ശേഷം പ്രൈസ്, ആ അസറ്റിന്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പോകുന്നതിന്റെ സ്പ്രെഡ് ആണ് ആ പറയുന്ന ഹെഡ്ജ് റേഷ്യോ എന്ന് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്ന കൺസെപ്റ്റ് ചാപ്റ്റർ തീർത്തു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇതിൽ നമ്മൾ ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റി പഠിച്ചു, എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റി പഠിച്ചു. ഇപ്പം ഓപ്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ തന്നിട്ടുണ്ട്. സോ നമുക്കിനി അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്.